विग्रहं सदा सुस्मेरवदनं बालकृष्णं नमाम्यहं। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। नारायणं पद्मभुवं वसिष्ठं शक्तिं जगत्पुत्रपराशरं च व्यासं शुगं गौडपदं महान्तं गोविन्दयोगीन्द्रमथास्य शिष्यं श्रीशङ्कराचार्यमथास्य पद्मपादं च हस्तामलकं च शिष्यं तं तोडकं वार्तिककालमन्यान् अस्मद्गुरून् സന്തതമാനതോസ്മി. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്കിന്ന് വായിക്കാനുള്ള പദ്യം 36 മുതലുള്ള പദ്യങ്ങളാണ്. മോനികളെ പാർത്തിമയാ മോഹമും വെണ്ടിങ്കൽ മേനി അഴകെഴുതാ മേർപ്പത്തി ആന പതുമാതനൻ കണ്ണും ബാനുവും പോറ്റാനായി എതിരാകും സ്വപ്നത്തിലും. ഒരു ശിവയോഗി ഉള്ളിൽ ദൃശ്യമാകുന്ന ശിവസ്വരൂപത്തെ എങ്ങനെയാണ് ദർശിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഈ പദ്യത്തിൽ വിവരിക്കുന്നത്. മോനികളെ പാർത്ത് ഇമയാ. മോനികൾ എന്ന് പറഞ്ഞാൽ മൗനികൾ. തമിഴില് മൗനം എന്ന് പറയില്ല, മോനം എന്നേ പറയും. മോനി, മോനം എന്നൊക്കെ പറയും. മൗനം എന്നർത്ഥം. മോനികളെ പാർത്ത്, മൗനികളെ നോക്കി, ഇമയാ മോഹമും, കണ്ണിമയ്ക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്നു ശിവഭഗവാൻ. ഇവിടെ ഈ മൗനികൾ എന്ന് പറഞ്ഞാൽ മൗനികളായ ശിവയോഗികൾ എന്നർത്ഥം പറയാം. അതിനേക്കാളും കുറച്ചുകൂടെ യുക്തമായിട്ടുള്ളത് സനകാദി യോഗിമാരെ 4 പേരുണ്ടല്ലോ, സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ. ഈ 4 യോഗികളെ കണ്ണിമയ്ക്കാതെ നോക്കി മൗനത്തിലൂടെ ബ്രഹ്മത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ദക്ഷിണാമൂർത്തി സ്വാമി എന്നർത്ഥം എടുക്കുന്നതായിരിക്കും കൂടുതൽ യുക്തം. അവിടെ എന്താ, ശിഷ്യന്മാർ ഒന്നും ചോദിച്ചില്ല, സംശയവുമായിട്ടാണ് വന്നത്. ഈ ആത്മതത്വം ബ്രഹ്മതത്വം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വന്നത്. പക്ഷെ അവരാരും മിണ്ടിയില്ല. അവരുടെ സംശയം മനസ്സിലാക്കി ദക്ഷിണാമൂർത്തി വാക്കുകൊണ്ടൊന്നും പറയാതെ മൗനത്തിലൂടെ തന്നെ അവരുടെ സംശയത്തെ ഛേദിച്ചു, അവരുടെ സംശയത്തിന് പരിഹാരമുണ്ടാക്കി. അതെങ്ങനെയാ? ചോദ്യം ഗുരുവിനോട് ചോദിച്ചാലല്ലേ അദ്ദേഹത്തിന് മനസ്സിലാവൂ. അതൊക്കെ സാധാരണ ഗുരുക്കന്മാരുടെ കാര്യമാണ്. വാക്കുകളിലൂടെ സംശയത്തെ പ്രകടിപ്പിക്കുകയും അതിന് വാക്കുകളിലൂടെ ഉത്തരം നൽകുകയും ചെയ്യുന്നതൊക്കെ സാധാരണ തലമാണ്. അസാധാരണമായ വളരെ സൂക്ഷ്മമായ തലത്തിൽ ചോദ്യങ്ങൾ പരിഹരിക്കപ്പെടും. അത് ഗുരുവിൻ്റെ കടാക്ഷത്തിലൂടെയാണ്. നോക്കിയാൽ മതി. അപ്പോൾ ഈ ആചാര്യനെ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? ശിഷ്യന്റെ ഉള്ളിലുള്ള സംശയം എന്താണെന്ന് സർവജ്ഞനായ ആചാര്യന്, ഈശ്വര സ്വരൂപിയായ ആ ഗുരുദേവന് ഈ ശിഷ്യന്റെ മനസ്സിലുള്ള സംശയത്തെ അറിയാനാണോ വിഷമം? അപ്പൊ ഇവിടെ ദക്ഷിണാമൂർത്തി സ്വാമികളെ ആണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം സനകാദികളെ എങ്ങനെ നോക്കുന്നു? കണ്ണിമയ്ക്കാതെ നോക്കുന്നു. മോനികളെ പാർത്ത് ഇമയാ മോഹമും. അവിടെ മോഹം എന്നുള്ളതിന് സ്നേഹം എന്നാണ് അർത്ഥം. കാരുണ്യത്തോടുകൂടി സനകാദികളെ നോക്കുന്നു. അവിടെ ആചാര്യൻ യുവാവും ശിഷ്യന്മാർ വൃദ്ധന്മാരുമാണ്. സനകാദികൾ ഒക്കെ താടി നരച്ച മഹർഷീശ്വരന്മാരാണ്. ദക്ഷിണാമൂർത്തിയോ ചെറുപ്പക്കാരൻ. അവരെ കടാക്ഷത്തിലൂടെ അനുഗ്രഹിച്ച് അവരുടെ സംശയം തീർത്തു കൊടുക്കുകയാണ്. മോനികളെ പാർത്ത് ഇമയാ മോഹമും വെണ്ടിങ്കൾ മേനി അഴകെഴുതാ. വെണ്ടിങ്കൾ എന്ന് പറഞ്ഞാൽ വെൺതിങ്കൾ, വെൺചന്ദ്രൻ, വെളുത്ത ചന്ദ്രൻ, പൗർണമിയിലെ ചന്ദ്രൻ. ആ വെളുത്ത ചന്ദ്രനെ പോലെ മേനി അഴക്, ശരീരകാന്തിയോടുകൂടിയ ദക്ഷിണാമൂർത്തി. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ആചാര്യൻ, ഗുരുനാഥൻ എന്നർത്ഥവും പറയാം. ഇല്ലെങ്കിൽ ആചാര്യന്മാരുടെ എല്ലാം ആചാര്യനായ ദക്ഷിണാമൂർത്തി എന്നും പറയാം. ഓരോരുത്തർക്കും അവരവരുടെ ഗുരുനാഥൻ വളരെ വിശേഷപ്പെട്ട വ്യക്തിയായിരിക്കും. അവരുടെ കാഴ്ചപ്പാട് അത് ആ ഗുരുവിനോടുള്ള ഭക്തിയും ആദരവും ഒക്കെ കൊണ്ടാണ്. വെണ്ടിങ്കൾ മേനി അഴകെഴുതാ. ആ വെൺതിങ്കൾ പോലെ, പൂർണ്ണചന്ദ്രനെ പോലെ ശോഭിക്കുന്ന മേനി അഴകുണ്ടല്ലോ, അതിനെ പടത്തിൽ വരയ്ക്കാൻ സാധ്യമല്ല, ചിത്രത്തിൽ എഴുതാൻ സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് വിശേഷപ്പെട്ട ഒരു പ്രകാശം. അതാണ് ആചാര്യനിൽ ഒരു ശിഷ്യൻ, സാധകൻ കാണുന്നത്. ഇനി ഈ പ്രകാശത്തിന് വേറെയും
ഒരു കാരണമുണ്ട്. ദക്ഷിണാമൂർത്തി ഭസ്മം ശരീരം മുഴുവൻ പുരട്ടിയിരിക്കുകയാണ്, ഭസ്മം പൂശിയിരിക്കുകയാണ്. ഭസ്മത്തിന്റെ നിറം വെളുപ്പാണല്ലോ, അപ്പോൾ അതുകൊണ്ടും വെളുപ്പാണെന്നാണ് ശങ്കരാചാര്യ സ്വാമികൾ എഴുതിയ ഒരു സ്തോത്രമുണ്ട്, ശിവാപരാധ ക്ഷമാപണ സ്തോത്രം. ശിവനോട് ചെയ്തു പോയ അപരാധങ്ങൾക്ക് ക്ഷമയാചിക്കുന്ന ഒരു സാമാന്യം വലിയ ശ്ലോകമാണ്. അതിൽ അദ്ദേഹം പറയുന്നത്, സമ്പൂർണമായി വെളുത്ത സ്വരൂപത്തോടു കൂടിയവൻ, ധവളപ്രഭ പൊഴിക്കുന്നവനാണ് പരമേശ്വരൻ. ഗാത്രം ഭസ്മസിതം സിതം ച ഹസിതം ഹസ്തേ കപാലം സിതം ഖഡ്വാംഗം ച സിതം സിതശ്ച വൃഷഭഃ കർണേ സിതേ കുണ്ഡലേ ഗംഗാഭേന സിതാ ജടാ പശുപതേഃ ചന്ദ്രസിതോ മൂർധനി സോയം സർവസിതോ ദദാതു വിഭവം എന്നും പറയാം. പാപക്ഷയം ശങ്കരഃ, ആ ശങ്കരൻ, ലോകത്തിന് മുഴുവൻ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്ന ആ പരമേശ്വരൻ എൻ്റെ പാപങ്ങളെയൊക്കെ ക്ഷയിപ്പിക്കുമാറാകട്ടെ. എന്താണ് അദ്ദേഹത്തിന്റെ സ്വരൂപം? ഗാത്രം ഭസ്മസിതം, ശരീരമാണെങ്കിൽ ഭസ്മം പൂശിയിരിക്കുന്നത് കൊണ്ട് വെളുത്തിരിക്കുന്നു. സിതം ച ഹസിതം, പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ വെളുത്ത പല്ലുകളുടെ പ്രകാശവും കാണുവാനുണ്ട്. അപ്പൊ അതും വെളുപ്പിന് ആധിക്യം ഉണ്ടാക്കുന്നു. സിതം ച ഹസിതം ഹസ്തേ കപാലം സിതം, കയ്യിൽ വെച്ചിട്ടുള്ളതോ തലയോട്ടി, അതും വെളുപ്പാണ്. വെളുത്ത കപാലമാണ് കയ്യിൽ ധരിച്ചിരിക്കുന്നത്. ഹസ്തേ കപാലം സിതം ഖഡ്വാംഗം ച സിതം, കയ്യിൽ വെച്ചിട്ടുണ്ട് വാൾ. പരമേശ്വരന്റെ കയ്യിൽ വാൾ, ഒരു കയ്യിൽ വാളാണെന്നാണ്, ശൂലവും വാളും ഉണ്ട് എന്നാണ്. 4 ഇത് ഒരു മാൻ മഴു അങ്ങനെ ധരിച്ചിട്ടുണ്ട്. പല വിവരണങ്ങളും ഉണ്ട്. അപ്പൊ ഇവിടെ വെളുത്ത് മിന്നിത്തിളങ്ങുന്ന വാളിന് കയ്യിൽ ധരിച്ചിരിക്കുന്നു. അപ്പൊ അതിന്റെ വെളുപ്പ് നിറവും കൂടെ അദ്ദേഹത്തിൽ കലർന്നിരിക്കുന്നു. സിതശ്ച വൃഷഭഃ, ഇരിക്കുന്നതോ നന്ദികേശ്വരന്റെ പുറത്താണ്, വെള്ളക്കാള. അപ്പൊ അതിന്റെ വെളുപ്പമായി. കർണേ സിതേ കുണ്ഡലേ, 2 കൈ ചെവിയിലും വെളുത്ത കുണ്ടലങ്ങൾ, അതിന്റെ ധവളിമ. ഗംഗാഭേന സിതാ ജടാ പശുപതേഃ, ഇനി തലയിലെ ചെറുപ്പക്കാരനാണ്, മുടിയൊന്നും നരച്ചില്ല. ദൈവങ്ങളുടെ മുടിയൊന്നും നരയ്ക്കാറില്ല, ബ്രഹ്മദേവൻ ഒഴിച്ച്. ബാക്കി ആർക്കും വയസ്സായ ചരിത്രമേ ഇല്ല. വൃദ്ധന്മാരായ വിഷ്ണുവിനെയോ മുരുകനെയോ ഗണപതിയെയോ അയ്യപ്പനെയോ ഒന്നും നമ്മുടെ ചിത്രകാരന്മാർ വരച്ചു വെച്ചിട്ടില്ല. സൃഷ്ടികർത്താവിന് മാത്രമേ ഉള്ളൂ നരച്ച താടിയും നരച്ച മുടിയും. ബാക്കിയുള്ളവരൊക്കെ ചെറുപ്പക്കാരാണ്. പലർക്കും മീശ പോലും ഉണ്ടെന്ന്, അതൊക്കെ ട്രിം ചെയ്ത മീശയാണ്. ഗംഗാഭേന സിതാ, തലയിൽ ഗംഗയാണല്ലോ ധരിച്ചിരിക്കുന്നത്. ആ ഗംഗയുടെ നുരയും പതയും കൊണ്ട് ജട വെളുത്തിരിക്കുന്നു എന്നാണ്. ചന്ദ്രസിതോ മൂർധനി, അത് പോരാ എന്ന് വിചാരിച്ച് വെളുത്ത ചന്ദ്രനെയും തലയിൽ ചൂടിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാം കൂടെ എത്ര വെളുപ്പായി ഇപ്പോ. സ്വയം സർവസിതോ ദധാതു വിഭവം, ഇങ്ങനെ എല്ലാ തരത്തിലും വെണ്മ കൊണ്ട് അലങ്കരിക്കപ്പെടുന്ന ആ ഭഗവാൻ പരമേശ്വരൻ നമുക്ക് വേണ്ട വിഭവങ്ങളെയൊക്കെ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം നമ്മുടെ പാപങ്ങളെയൊക്കെ ഇല്ലാതാക്കി തീർക്കുകയും ചെയ്യട്ടെ. ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. ഈ സന്ദർഭത്തിൽ ആ പദ്യം ഓർമ്മ വന്നു. നേരത്തെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഈ സമയത്ത് പെട്ടെന്ന് ഈ പദ്യം പറയണമെന്ന് തോന്നി, ഉള്ളിൽ തോന്നി, അങ്ങനെ പറഞ്ഞു. വെണ്ടിങ്കൾ മേനി അഴകെഴുതാ, ഭസ്മം പൂശിയിരിക്കുന്നത് കൊണ്ട് വെളുപ്പ്, തലയിൽ വെളുത്ത പൂർണ്ണചന്ദ്രനെ ധരിച്ചിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ വെളുപ്പും കലർന്നിരിക്കുന്നു. ഇങ്ങനെ ആകെപ്പാടെ ഒരു ദിവ്യരൂപം. മേർപത്തി ആന, മേർപത്തി, പത്തി എന്ന് പറഞ്ഞാൽ അവിടെ പന്തി എന്നാണ് അർത്ഥം. ഈ പന്തിയാണ് മലയാളത്തിലെ പന്തിയായത്. സദ്യക്കൊക്കെ ആദ്യത്തെ പന്തി തന്നെ ഊണ് കഴിക്കണം. എന്താണ് ഈ പന്തി? പങ്ക്തി, പങ്ക്തി എന്ന് പറഞ്ഞാൽ വരി, റോ എന്നാണ് അർത്ഥം. നിര, വരി എന്നൊക്കെയാണ് പങ്ക്തി എന്നുള്ള വാക്കിനർത്ഥം. പങ്ക്തി എന്നുള്ളതിന് 10 എന്നും അർത്ഥമുണ്ട്. ദശരഥന്റെ വേറൊരു പേരാണ് പങ്ക്തിരഥൻ. ദശം എന്ന് പറഞ്ഞാൽ 10 ആണല്ലോ. 10 രഥങ്ങളുള്ളവനല്ല, 10ൽ കൂടുതൽ രഥങ്ങൾ ദശരഥനുണ്ടായിരുന്നു. ദശരഥൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 10 ദിശകളിലും രഥം ഓടിക്കാൻ കഴിവുള്ളവൻ. 10 ദിശകൾ ഏതൊക്കെ? 4 പ്രധാന ദിക്കുകൾ, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്. ഇനി ഈ ദിക്കുകളുടെ ഇടയ്ക്കുള്ള 4 ഉപദിക്കുകൾ, 4 4 8, മുകളിൽ താഴെ, 8 2 10.
ഈ 10 ദിശകളിലും തേര് ഓടിക്കാൻ കഴിവുള്ളവനാണ് ദശരഥൻ. അപ്പൊ ആ ദശം എന്നുള്ള അർത്ഥത്തിലും പങ്ക്തി എന്ന വാക്ക് പ്രയോഗിക്കാറുണ്ട്, പങ്ക്തിരഥൻ എന്നും പറയാറുണ്ട്. മേൽപ്പത്തി എന്ന് പറഞ്ഞാൽ മനോഹരമായി നിരത്തിയ, വരിവരിയായി നിരത്തിയ 8 കണ്ണുകളുടെ മുന്നിൽ ഉദിച്ചുയരുന്ന സൂര്യബിംബത്തെ ബ്രഹ്മദേവൻ എങ്ങനെ കാണുമോ? ബ്രഹ്മാവിന് മുഖങ്ങൾ 4ആണ്, ഒരു മുഖത്തിൽ 2 കണ്ണ്, അങ്ങനെ മൊത്തം 8 കണ്ണ്. ആ ബ്രഹ്മദേവന്റെ മുമ്പിൽ സൂര്യബിംബം ഇങ്ങനെ ഉദിച്ചുയരുമ്പോൾ ഓരോ മുഖവും ഇങ്ങനെ തിരിഞ്ഞ് ആ സൂര്യന് അഭിമുഖമായി വന്ന് ആ 8 കണ്ണുകൾ കൊണ്ടും ബ്രഹ്മദേവൻ സൂര്യബിംബത്തെ കാണുന്നത് പോലെ. അത് അടുത്ത വരിയിലാണ് വരുന്നത്. മേർപ്പത്തി ആന പതുമാദനൻ. പതുമാദനൻ എന്ന് പറഞ്ഞാൽ പത്മാസനൻ, താമരയിൽ ആസനസ്ഥനായിരിക്കുന്നവൻ, കമലസംഭവൻ, കമലാസനൻ എന്നൊക്കെ നമ്മൾ പറയും. അദ്ദേഹം ഉണ്ടായതും താമരയിലാണ്, വിഷ്ണുവിന്റെ നാഭികമലത്തിൽ ഉണ്ടായിട്ട് അവിടെ തന്നെയാണ് സ്ഥിരവാസവും. പതുമാദനൻ എന്ന് പറഞ്ഞാൽ പത്മാസനൻ, ബ്രഹ്മദേവൻ. മേർപ്പത്തിയാന പതുമാദനൻ കണ്ണും ഭാനുവും പോൽ. ആ ബ്രഹ്മദേവന്റെ 8 കണ്ണുകൾ, ഭാനു സൂര്യൻ, സൂര്യനെ നോക്കുന്നത് പോലെ പതുക്കെ പതുക്കെ തിരിഞ്ഞ് ഓരോ മുഖമായി തിരിച്ച് ആ 8 കണ്ണുകളിലൂടെയും സൂര്യബിംബത്തെ ബ്രഹ്മദേവൻ എങ്ങനെ നോക്കുമോ അതുപോലെ താനായി, ഭാനുവും പോറ്റാനായി എന്ന് പറഞ്ഞാൽ ഭാനുവും പോലെ താനായി എന്ന് പറഞ്ഞാൽ തനിയെ, ഒറ്റയ്ക്ക് എതിരാകും ഈ ശിവസ്വരൂപം എൻ്റെ ഉള്ളിൽ പ്രത്യക്ഷമായി ഞാൻ കാണുന്നു. എതിരെ കാണുന്നു, കണ്ണെതിരെ എന്ന് പറയാൻ പറ്റില്ല, ഉള്ളിലാണ്. അതുകൊണ്ട് കണ്ണെതിരെ എന്ന് പറയാൻ നിവൃത്തിയില്ല. പക്ഷേ വ്യക്തമായി ഞാൻ ഈ ശിവസ്വരൂപത്തെ എൻ്റെ ഹൃദയകമലത്തിൽ കണ്ട് ആനന്ദിക്കുന്നു. എതിരാകും സ്വപ്നത്തിലും. ജാഗ്രത്തിൽ മാത്രമല്ല ഈ ശിവസ്വരൂപം എനിക്ക് ദൃശ്യമാകുന്നത്, ഞാൻ കിടന്നുറങ്ങുമ്പോൾ സ്വപ്നത്തിൽ പോലും ഈ ദിവ്യ രൂപമാണ് എൻ്റെ ഉള്ളിൽ തെളിയുന്നത്. അപ്പൊ ആ ദൃശ്യത്തിന് മാറ്റമേ ഇല്ല, മറയാതെ നിൽക്കുന്നു. സദാ ദർശനം നൽകിക്കൊണ്ട് ശിവസ്വരൂപം എൻ്റെ ഉള്ളിൽ നിൽക്കുന്നു. ഞാൻ അതിനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് ആര് പറയുന്നതായിട്ട് എടുക്കണം? ഗ്രന്ഥകാരൻ പറയുന്നതായിട്ട് എടുക്കണം. കണ്ണുടയ വള്ളലാർ സ്വാമികൾ പറയുന്നതായി വേണം അർത്ഥമെടുക്കാൻ. ഞാൻ ഈ ഭഗവാന്റെ ദിവ്യരൂപത്തെ എപ്പോഴും കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നു, അത് ദൃഷ്ടിയിൽ നിന്ന് മറയുന്നില്ല. മലയാളത്തില് ഒരു ആചാര്യൻ ശിഷ്യനെ നോക്കുന്നത് പോലെയാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. തങ്ങളെപ്പോലെ തീവ്രയത്നം ചെയ്തിട്ടുള്ള മൗനഭക്തന്മാരെ കണ്ടാൽ ഭക്തന്മാരും ചിലപ്പോൾ മൗനികളായി പോകും. ആചാര്യൻ മൗനിയായിട്ടിരുന്നതിന് ശേഷമാണ് ആത്മാ സാക്ഷാത്കാരം നേടിയത്. അപ്പോ തന്നെ പോലെ തീവ്രയത്നം ചെയ്തിട്ടുള്ള മൗനഭക്തന്മാരെ കണ്ടാൽ ജ്ഞാനികൾ കണ്ണിമ തട്ടാതെ എന്ന് പറഞ്ഞാൽ ഇമ വെട്ടാതെ സ്നേഹപൂർവം നോക്കി അവരെ വളരെ ഇഷ്ടപ്പെടുന്നു. ഈ ഗുരു ശിഷ്യ ബന്ധമുണ്ടല്ലോ, ഇത് പിതൃപുത്ര ബന്ധത്തെക്കാൾ ശക്തമാണ്. നമ്മൾ ഏറ്റവും ദൃഢമായ ബന്ധം എന്ന് പറയുന്നത് അച്ഛനും മക്കളും തമ്മിലുള്ള, അല്ലെങ്കിൽ അമ്മയും കുട്ടികളും തമ്മിലുള്ള ബന്ധമാണ്. കാരണം അതാണല്ലോ രക്തബന്ധം എന്ന് പറയുന്നത്. ഈ അച്ഛനും അമ്മയ്ക്കും തമ്മിൽ രക്തബന്ധമില്ല, വിവാഹബന്ധമേ ഉള്ളൂ. പക്ഷെ അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളോട് ഈ 2 വ്യക്തികൾക്കും രക്തബന്ധമാണുള്ളത്. എൻ്റെ ചോരയിൽ ജനിച്ച കുഞ്ഞ്, ഇങ്ങനെയൊക്കെയല്ലേ പറയുന്നത്. അതാണ് ഇത്ര ഇഷ്ടം. കുട്ടി 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 എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കും. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവനാണെങ്കിലും കുട്ടിയുടെ കാര്യം വരുമ്പോൾ എത്ര വേണമെങ്കിലും ചെലവാക്കും കാശ്. അതെന്താ? ആ കുട്ടിയിൽ ഈ മാതാവും പിതാവും തന്നെയാണ് കാണുന്നത്. അതാണ് തൻ്റേത് എന്നുള്ള ഭാവം ഉണ്ടെങ്കിലും പലപ്പോഴും അത് താൻ തന്നെയാണ്. അങ്ങനെ ഒരു ശക്തമായ ഹൃദയബന്ധം പിതാവിനും പുത്രനും ഇടയ്ക്ക്, അല്ലെങ്കിൽ മാതാവിനും പുത്രനോ പുത്രിക്കോ ഇടയ്ക്ക് ഉണ്ടാകുന്നു. അതുകൊണ്ട് അതാണ് വളരെ ശക്തമായ ബന്ധം എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ അധ്യാത്മശാസ്ത്രം പറയുന്നത് ആചാര്യനും ശിഷ്യനും തമ്മിലുള്ള ബന്ധം, ഗുരു ശിഷ്യ ബന്ധം ഇതിനേക്കാളൊക്കെ ശക്തിയേറിയതാണ്. അപ്പോ പരമ കരുണയാണ് ശിഷ്യനോട് ഗുരുവിന് തോന്നുന്നത്. ആ ജ്ഞാനികളുടെ ശരീരം ഭസ്മോദ്ധൂളനത്താൽ വെൺതിങ്കൾ പോലെ പ്രകാശിക്കുന്നു.
നമ്മൾ ദക്ഷിണാമൂർത്തി ശിവൻ എന്നുള്ള ഭാവത്തെ വിട്ടിട്ട് ഇവിടെ ഈ ജ്ഞാനികൾ ശിവയോഗികളായിരിക്കുമല്ലോ മിക്കവാറും. ശൈവസിദ്ധാന്ത ഗ്രന്ഥമാണല്ലോ ഇത്. അതുകൊണ്ട് ആ ജ്ഞാനികളുടെ ശരീരം ഭസ്മോദ്ധൂളനം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഈ ഭസ്മം വെള്ളത്തിൽ കുഴച്ച് ശരീരത്തിൻ്റെ പരഭാഗത്തും ധരിക്കാറുണ്ട്. അതൊന്നും വേണമെന്നില്ല, കുഴയ്ക്കാതെ തന്നെ ഭസ്മം ധരിക്കാം. ഇനി വേറെ ഒന്നും വേണ്ട, കുറച്ച് ഭസ്മം എടുത്ത് ഇങ്ങനെ തലയിൽ കുടഞ്ഞാലും മതി. ചുമ്മാ സ്വന്തം തലയിൽ ഇങ്ങനെ കുടഞ്ഞാൽ മതി, അതിങ്ങനെ തലയിലും ശരീരത്തും ഒക്കെ ആയിക്കോളും. എങ്ങനെ വേണമെങ്കിലും ധരിക്കാം എന്നാണ്. പിന്നെ ഈ വെള്ളത്തിൽ കുഴച്ച് ധരിക്കണം എന്ന് പറയുന്നതിന് വേറൊരു ശാസ്ത്രീയ വശമുള്ളത്, ഈ ഭസ്മം ശരീരത്തിൻ്റെ 12 അംഗങ്ങൾ 12 ശരീരത്തിൽ 12 സ്ഥലത്ത് തേക്കും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നെറ്റി, കയ്യിൽ തന്നെ 3 സ്ഥലം, മുകളിൽ, പിന്നെ ഈ മുട്ടിൻ്റെ ഭാഗത്ത്, പിന്നെ മണിബന്ധത്തിൽ. അപ്പോൾ ഈ കയ്യിൽ 3, മറ്റേ കയ്യിൽ 3, 6, നെറ്റി 1, 7, പിന്നെ വയറ്റിൽ 2, പിന്നെ ഈ കയ്യിൽ നിന്നും ഈ കയ്യിൽ നിന്നും വരുന്ന ഭാഗത്ത് 7, 2, 9, 1, 10, പിന്നെ മുതുക് 11, പിന്നെ ഇവിടെ ഈ ഭാഗം 12. ഇടത്തും വലത്തും തേക്കും. ഇങ്ങനെ ഒരു 12 സ്ഥാനത്ത് ഭസ്മം ധരിക്കണം എന്നാണ് ഭസ്മധാരണ വിധി. അപ്പൊ ഈ ജ്ഞാനികൾ അവരുടെ ശരീരം ഭസ്മോദ്ധൂളനത്താൽ വെണ്ടിങ്കൾ പോലെ പ്രകാശിക്കുന്നു. വെളുത്ത നിറം. വെളുപ്പ് എന്തിന്റെ സൂചകമാണ്? സത്വഗുണത്തിന്റെ. അപ്പോൾ പരമസാത്വികന്മാരാണ് എന്നതിനെ സൂചിപ്പിക്കുന്നു. ബ്രഹ്മാവിന്റെ വരിവരിയായ 8 കണ്ണുകൾ എന്ന വിധം ഉന്നത ജ്ഞാനി വിലോചനങ്ങൾ, ജ്ഞാനിയുടെ കണ്ണുകൾ തേജപൂർണമായി വിലസുന്നു. വളരെ സ്നേഹത്തോടുകൂടെ, ആത്മാർത്ഥതയോടുകൂടെ, കാരുണ്യത്തോടെ ആ ശിഷ്യനെ എങ്ങനെയെങ്കിലും ഈ സംസാര സാഗരത്തിൽ നിന്ന് കരകയറ്റണം എന്നുള്ള സ്നേഹവായ്പോടുകൂടെ നോക്കുന്നു ആചാര്യൻ. ഇത്തരം ജ്ഞാനികളുടെ അതിരമ്യമായ ശരീരം സ്വപ്നത്തിലും എൻ്റെ മുൻപിൽ പ്രത്യക്ഷമാകുന്നത് പോലെ അനുഭവപ്പെടുന്നുണ്ട്. സ്വപ്നത്തിലും ഈ കാഴ്ചയ്ക്ക് കുറവൊന്നുമില്ല. ജാഗ്രതയിൽ മാത്രമല്ല, സുഷുപ്തിയിൽ പിന്നെ കാഴ്ചകൾക്കൊന്നും സ്ഥാനമില്ലാത്തത് കൊണ്ട് അവിടെ ഈ രൂപം പ്രകാശിക്കില്ല. ജാഗ്രതയിലും സ്വപ്നത്തിലും മനസ്സുണ്ട്. ആ മനസ്സുള്ള 2 അവസ്ഥകളിലും ഈ ദിവ്യരൂപം എൻ്റെ ഉള്ളിൽ പ്രകാശിച്ചു നിൽക്കുന്നു. അടുത്ത വാക്യത്തിലേക്ക് കടക്കാം. ഉരുക് പരമസുഖ ഉല്ലാസ നോക്കും തിരുമുഖമും പുൻമുറുവറ്റേശും തിരുനീറും തർഭാവമാണ്ട ശരീരത്തിലോർ ശാത്തും അത്രേ വെറുമനഴഹാം. ഉരുക് പരമസുഖ ഉല്ലാസ നോക്കും. നോക്ക് എന്ന് പറഞ്ഞാൽ ദൃഷ്ടി, നോട്ടം എന്നർത്ഥം. പരമസുഖ ഉല്ലാസ, പരമസുഖം അതിരുകടന്ന ആനന്ദം, ബ്രഹ്മാനന്ദം. ആ ബ്രഹ്മാനന്ദം നിറഞ്ഞ നോട്ടവും, ഉരുക് എന്ന് പറഞ്ഞാൽ ഹൃദയത്തെ ദ്രവമാക്കുന്ന, ഹൃദയം അലിയിക്കുന്ന നോട്ടം എന്നാണ്. നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനം, കട്ടിപിടിച്ച അജ്ഞാനമൊക്കെ ഗുരുവിന്റെ കൃപാകടാക്ഷം കൊണ്ട് അലിഞ്ഞില്ലാതെയാവും. ദൃഷ്ടി ദീക്ഷ എന്നൊക്കെയാണ് പറയുന്നത്. നോക്കിയാൽ മതി. സ്പർശദീക്ഷ, ദൃഷ്ടിദീക്ഷ, മാനസദീക്ഷ. ചിലരെയൊക്കെ ആചാര്യൻ കാലുകൊണ്ട് തലയിൽ ചവിട്ടും എന്നാണ്. പാദദീക്ഷ. ഇങ്ങനെ പലതരത്തിലാണ് ദീക്ഷകൾ. അപ്പോൾ ഹൃദയത്തെ ഒരുക്കുന്ന പരമാനന്ദം നിറഞ്ഞ നോട്ടവും തിരുമുഖമും. ഗുരുവിന്റെ മുഖം അത് വളരെ വിശേഷപ്പെട്ടതാണ്, ഐശ്വര്യമുള്ളതാണ്, ഈശ്വരന്റെ മുഖം പോലെയാണ്. അതുകൊണ്ട് തിരുമുഖം, ശ്രീ തുളുമ്പുന്ന മുഖവും. പുൻമുറുവൽ തേശും, അതാണ് പുൻമുറുവറ്റേശും എന്ന് പറഞ്ഞാൽ. പുൻമുറുവൽ എന്ന് പറഞ്ഞാൽ പുഞ്ചിരി. പുഞ്ചിരി പ്രകാശം ആ മുഖത്ത് കളിയാടുന്നു. തിരുമുഖമും പുൻമുറുവൽ തേശും തിരുനീറും. തിരുനീർ എന്ന് പറഞ്ഞാൽ ഭസ്മം. നീറ് എന്ന് പറഞ്ഞാലും മതി, കാരണം നീറി ഉണ്ടാകുന്നതാണല്ലോ. ഒന്നിനെ കത്തിച്ച് അതിനെ സ്ഫുടം ചെയ്ത്, ചാണകം ഇങ്ങനെ സ്ഫുടം ചെയ്ത് മൂശയിൽ വെച്ച് ഇങ്ങനെ സ്വർണവും മറ്റുമൊക്കെ ഉരുക്കുന്നത് പോലെ ആ നല്ല ചൂടില് മുഴുവൻ കത്തി ചാമ്പലായി, കത്തരുത്, ചാമ്പലയാവാൻ പാടുള്ളൂ. അത് സാധാരണ കടലാസും വിറകുമൊക്കെ കത്തുന്നത് പോലെ കത്തിയ കരിയായി പോകും. ഭസ്മമായി കിട്ടണമെങ്കിൽ അത് കത്തരുത്. അപ്പോൾ വേണ്ടത്ര ഓക്സിജൻ സപ്ലൈ ചെയ്യരുത്. അടക്കി മൂടി ചൂട് കൊണ്ട് അത് നീറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നീറി ഉണ്ടാകുന്നതായതുകൊണ്ട് നീറ് എന്നാണ് തമിഴില് ഭസ്മത്തിന് പറയുന്ന പേര്. അതിന് ഒരു ബഹുമാനം, ഒരു ആദരവ് കൊടുക്കാൻ വേണ്ടി തിരുനീറ്. തിരുമുഖം എന്ന് നേരത്തെ പറഞ്ഞതുപോലെ തിരുനീറ്. തിരുനീറും തർഭാവമാണ്ട ശരീരത്തിൽ.
തർഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ഭാവം, അഹങ്കാരം, അത് മാണ്ടുപോയി, മരിച്ചുപോയി. ജ്ഞാനിയുടെ ഉള്ളിൽ അഹങ്കാര ലേശം പോലുമില്ല. തർഭാവമാണ്ട ശരീരത്തിൽ, ആ ശരീരത്തിന്റെ ഉള്ളിൽ ഇത് എന്റെ ശരീരം എന്ന് അഭിമാനിക്കുന്ന ഒരു ഞാനില്ല. അപ്പോ ആചാര്യനെ വ്യക്തിയായി വിചാരിക്കരുത്, സാക്ഷാത് ഈശ്വര തത്വം എന്നേ കാണാവൂ. ഒരാളാണ്, വ്യക്തിയാണ്, പുരുഷനാണ്, സ്ത്രീയാണ്, ഇങ്ങനെയൊന്നും കാണരുതെന്നാണ്. ദൈവത്തെ പോലും ശരീരിയായി കാണരുതെന്നാണ്. പക്ഷെ നമ്മുടെ ആരാധനാ സമ്പ്രദായങ്ങളൊക്കെ ദൈവത്തിന് കയ്യും കാലും മൂക്കും കണ്ണും ഒക്കെ വെച്ച് പിടിപ്പിച്ച് ചെയ്യുന്നതാണ്. പക്ഷേ ഈശ്വരന് ശരീരമുണ്ട് എന്ന് ഒരിക്കലും കരുതരുത്. ഈശ്വരൻ ഒരു പ്രത്യേക സ്ഥലത്ത് ഒതുങ്ങുന്നവനാണ് എന്നും കരുതരുത്. തർഭാവം മാണ്ട ശരീരത്തിൽ ഓർ ശാത്തും അത്രേ വെറുമൻ അഴകാം. ശാത്തും അത്രേ ഓർ വെറുമൻ അഴക് ആം. എന്താണ് അർത്ഥം? ഇതൊക്കെ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് കൃത്രിമമായി കിട്ടിയ ഒരു അഴകല്ല. ഏതൊക്കെ? ഭസ്മമുണ്ട്, പുഞ്ചിരിയുണ്ട്, ആനന്ദം കലർന്ന, പരമാനന്ദം കലർന്നു വരുന്ന ദൃഷ്ടിയുണ്ട്. ഇതൊക്കെ കൊണ്ട് അദ്ദേഹത്തിന്റെ അഴക് വർദ്ധിക്കുന്നു എന്ന് വിചാരിക്കരുത്. അല്ലാതെ തന്നെ അദ്ദേഹത്തിന് സ്വതസിദ്ധമായ ഒരു അഴകുണ്ടെന്ന്. ഈ ബാഹ്യമായ ഉപാധികളോടുകൂടെ ചേർന്ന് പ്രകാശിക്കുന്ന അഴകല്ല. അദ്ദേഹത്തിന്റെ അഴക് അദ്ദേഹത്തിന്റെ ഉള്ളഴകാണ്. ആ ഹൃദയ നൈർമല്യം, ഹൃദയത്തിലുള്ള ജ്ഞാനം, അതിന്റെ അഴകാണ് അദ്ദേഹത്തിലുള്ളത്. ബന്ധപ്പെട്ട വെറും അഴക് മാത്രമല്ലാതെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ അഴകാണ്. അല്ലാതെ ബോധപൂർവം അദ്ദേഹം അഴകിനെ അംഗീകരിക്കുന്നില്ല. മേക്കപ്പ് ഇല്ല എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ പറയും. ഈ പൗഡറും ചാന്തും പൊട്ടും സെന്റും സ്നോ ലിപ്സ്റ്റിക്ക് ഇതൊക്കെയാണല്ലോ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, കോസ്മെറ്റിക്സ്. ആ ഇംഗ്ലീഷിലുള്ള വാക്ക് തന്നെ നോക്കൂ, മേക്കപ്പ്. ഇംഗ്ലീഷിൽ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ കോമ്പൻസേറ്റ് എന്നാണ് അർത്ഥം. ഐ ഷാൽ മേക്കപ്പ് ദ ലോസ്. ആ നഷ്ടം ഞാൻ നികത്തിത്തരാം എന്നാണ്. അപ്പോ ആക്ച്വലി യു ആർ ലാക്കിംഗ് ഇൻ ബ്യൂട്ടി ആൻഡ് യു ആർ മിസറബിളി ട്രൈയിങ് ടു മേക്ക് ഇറ്റ് അപ്പ്. നിങ്ങൾക്ക് ഇവിടെയുള്ളതല്ല, ആരാണോ മേക്കപ്പ് ചെയ്യുന്നത് അവർക്ക് സ്വതസിദ്ധമായ സ്വതവേയുള്ള അഴകില്ല, സൗന്ദര്യമില്ല. അവർ ഇതുപോലെയുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ച് അവർക്കില്ലാത്ത അഴകിനെ നികത്താൻ ശ്രമിക്കുന്നു. കൃത്രിമമായിട്ട് അഴകുണ്ടാക്കാൻ നോക്കുന്നു. വാസ്തവത്തിൽ ഈ അഴകെന്ന് പറയുന്നത് അകത്തിനഴക് മുഖത്തിൽ തെരിയും. മനസ്സ് നന്നാണെങ്കിൽ ആ മുഖം കണ്ടാൽ അറിയാമെന്ന്. ഈ ചർമ്മം കണ്ടാൽ പ്രായം അറിയാമെന്ന് പറയില്ലേ, അത് വളരെ ശരിയാണ്. ഈ മുഖത്തില് അതിന്റെ ചുളിവുകളും മറ്റുമൊക്കെ നികത്താനും സ്നോ അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്ത് മുഖത്തിലെ പരിക്കുകളൊക്കെ മാറ്റി മുഖം കണ്ടാൽ ചിലപ്പോൾ അല്പം ചെറുപ്പമൊക്കെ തോന്നിക്കും. പക്ഷെ കയ്യിലോ കാലിലോ ഉള്ള ചർമ്മം നോക്കിയാൽ വയസ്സറിയും. കൃത്യം ആ വാർദ്ധക്യത്തെ ലക്ഷണമാണല്ലോ ജരയും നരയും. നര കറുപ്പിച്ചാൽ മാറും. എന്തൊക്കെയോ ഉണ്ടല്ലോ, ഹെയർ ഡൈ, അതൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മാറും. പക്ഷെ ജര മാറ്റാനുള്ള സംവിധാനങ്ങൾ ഇതുവരെ നമ്മുടെ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല. തൊലിയിലുള്ള ചുളിവുകൾ അയൺ ചെയ്താൽ പോകും. തുണിയിലുള്ള ചുളിവുകളാണെങ്കിൽ നമ്മൾ മറ്റേ ഇതിൽ കഞ്ഞി മുക്കി അയൺ ചെയ്യുമല്ലോ. അതിന് ഇംഗ്ലീഷിൽ വരുന്നതിന് ഫാസ്റ്റനറാണ്. ക്ലോത്ത് പശ പോലെയുള്ള ആ ഇത് ഒരെണ്ണം നമ്മൾ ഒഴിക്കുമല്ലോ. ഇപ്പം എല്ലാം കടയിൽ കിട്ടുമല്ലോ, നീലവും അല്ലാതെ ഇതിനൊരു സ്റ്റിഫനർ അതിന് ഇതിനൊരു സ്റ്റിഫ്നെസ് വരാൻ വേണ്ടിയുള്ള സാധനം. അപ്പം അതിട്ട് കഞ്ഞി മുക്കുന്നത് പോലെ ഇതിലിട്ട് മുക്കി അത് ഉണക്കി അയൺ ചെയ്യും. ഇസ്തിരിപ്പെട്ടി വെച്ച് നല്ല പോലെ അയൺ ചെയ്ത് അതിൻ്റെ ചുളിവുകളൊക്കെ മാറ്റി മടങ്ങാത്ത ഒടിയാത്ത ഷർട്ടും പാൻറ്റും ഇട്ട് ഇങ്ങനെ നടന്നു പോകും. ഇതാണ് ആൾക്കാരുടെ. ചുളിവുകളൊന്നും പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതെന്തിനാ? അഴക് ഉള്ളഴകാണ്. ഹൃദയം നിർമ്മലവും ഹൃദയത്തിൽ സദ്വിചാരങ്ങളും ഉണ്ടെങ്കിൽ ആ അഴക് മുഖത്തിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും. സംശയിക്കുകയേ വേണ്ട. മുഖം നോക്കിയിട്ടാണല്ലോ ഈ പോലീസുകാരെ കള്ളന്മാരെ പിടിക്കുന്നത്. ഇനി എന്ത് ടെക്നിക്കാണ് അവരുടെ കയ്യിൽ? ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്, ട്രാഫിക് പോലീസ് എത്രയോ വണ്ടികൾ റോഡിൽ കൂടെ പോകുന്നുണ്ട്. ഇങ്ങനെ ഫാസ്റ്റായിട്ട് വരുമ്പോണ്ടേ ഇനി വണ്ടി മനുഷ്യ ഇത് എങ്ങനെയാണ് ഇവർ കണ്ടുപിടിക്കുന്നത്? അതുപോലെ കുറെ പേരുടെ കൂട്ടത്തിൽ നിന്ന് കള്ളനെ കൃത്യമായിട്ട് അവർ പൊക്കിയെടുക്കും. അപ്പൊ അതിനൊരു പ്രത്യേക സിദ്ധി ഈ പോലീസുകാർക്കുണ്ടെന്നാണ്. എന്താണ്? മുഖത്തിലെ ആ കള്ള ലക്ഷണം തന്നെ വേറെ ഒന്നുമല്ല. കാരണം മനസ്സ്
മുഖത്തിൽ പ്രതിഫലിച്ചേ പറ്റൂ. മുഖം മനസ്സിന്റെ കണ്ണാടിയാണ് എന്നാണ് പറയുന്നത്. എന്തൊക്കെ മറച്ചു പിടിച്ചാലും, എന്തൊക്കെ കൃത്രിമമായ ഭാവങ്ങൾ മുഖത്ത് ഫിറ്റ് ചെയ്താലും, കള്ളനാണെങ്കിൽ കള്ളനാണെന്ന് മുഖം വിളിച്ചറിയിക്കും. അതുപോലെ സാത്വികനാണെങ്കിൽ ആ സാത്വിക ഭാവവും ആ മുഖത്തിൽ പ്രകടമാകും. അപ്പൊ ഇദ്ദേഹത്തിനുള്ള അഴക്, ഈ ശിവയോഗികൾക്കോ അല്ലെങ്കിൽ ആത്മജ്ഞാനികൾക്കോ ഉള്ള അഴക് കൃത്രിമമായതല്ല. അവർ ചിരിക്കുന്നത് കൊണ്ടോ ഭസ്മം ധരിക്കുന്നതോ കൊണ്ടോ വർദ്ധിച്ച അഴകല്ലാതെ അവരുടെ ഹൃദയത്തിന്റെ അഴകാണ്. ഓർ ശാത്തും അത്രേ വെറുമൻ അഴകാം. അതിന്റെ വ്യാഖ്യാതാവ് പറയുന്നതാണ്, ഉല്ലാസ നോക്ക് മുതലിയന അവർ കരുത്തായി തോற்றாது ഇയൽവായി തോറ്റലിൻ അത്രേ വെറുമൻ അഴകാം என்றாർ. ഇയൽബ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ, സ്വതസിദ്ധമായ, പ്രകൃത്യാ ഉള്ള കൃത്രിമമായ ഉപായങ്ങളൊന്നും അംഗീകരിക്കാതെ തന്നെ ശിവജ്ഞാനിയുടെ മുഖത്ത് ഒരഴകുണ്ട്. അത് ഹൃദയത്തിന്റെ അഴകാണ്. എന്തോ ഓർ ശാത്തും, അത് മൊത്തത്തില് ഓർ വാക്കുകളെ മാറ്റിയിടണം. ശാത്തും അത്രേ ഓർ വെറുമൻ അഴക്, അങ്ങനെ വേണം. അത് ശാത്തും എന്ന് പറഞ്ഞാൽ കൃത്രിമമായ സാധനങ്ങളോടുകൂടെ ചേർന്ന് നിൽക്കുന്നതല്ല. അത്രേ എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലാതെ ഓർ വെറുമൻ അഴക്, ഒരു വെറും അഴകാണ്. വെറും അഴക് എന്ന് പറഞ്ഞാൽ അതിൽ ആർട്ടിഫിഷ്യാലിറ്റി ഒന്നുമില്ല, കൃത്രിമത്വം ഒന്നുമില്ല, സ്വതവേ ഉള്ള അഴകാണ് എന്നാണ് പറയുന്നത്. അതിന്റെ മലയാളം വ്യാഖ്യാനം വായിക്കാം. മനസ്സലിയിക്കുന്ന ഉല്ലാസമായ നോട്ടവും ആനന്ദ തിരുമുഖവും മന്ദഹാസ ശോഭയും തിരുമേനിയിലെ ഭസിത ഭംഗിയും, ഭസിതം എന്ന് പറഞ്ഞാൽ ഭസ്മം എന്നർത്ഥം, ആ ഭസ്മത്തിന്റെ അഴകും എല്ലാം ജ്ഞാനിയിൽ ദൃശ്യമാണെങ്കിലും ഈ വക വെറും തോന്നലുകളാൽ അവർക്ക് ഇതുകൊണ്ട് ഒരു മേന്മയും വരാനില്ല. ഇതൊന്നും ധരിച്ചില്ലെങ്കിലും അവർ സുന്ദരന്മാരാണ്, സുന്ദര കുട്ടപ്പന്മാരാണ്, ഉള്ളിലെ അഴകാണ്. അവർ പഞ്ചഭൂത ഗുണമായ ജീവബോധത്തെ പാടെ ഒടുക്കിയവരാകയാൽ ശരീരത്തോടുകൂടി ഇരിക്കുകയാണെങ്കിലും കൂടാതെ വസിക്കുകയാണല്ലോ. ശരീരത്തോടു കൂടി ജ്ഞാനി സ്ഥിതി ചെയ്യുന്നു എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നു. അവർക്ക് തനിക്കൊരു ശരീരമുണ്ടെന്നോ താൻ ശരീരമാണെന്നോ ഉള്ള വിചാരം ഇല്ല. ആകയാൽ ഇവയെല്ലാം അവർക്ക് ശരീരഭാവനയെ ഇല്ലായികയാൽ ഒരഴകാണെന്നും അവർ ചിന്തിക്കുന്നില്ല. തനിക്ക് ഈ ആത്മജ്ഞാനം കൊണ്ട് മുഖത്തൊരു പ്രത്യേക പ്രഭയും ഒരു ആകർഷണീയതയും ഒക്കെ തങ്ങൾക്കുണ്ടെന്ന് ഇവർ കരുതുന്നേയില്ല. മറ്റൊന്നിനെ കുറിച്ച് അവർക്ക് ചിന്തയില്ല. പരമാത്മാവിനെ ഉള്ളിൽ സദാ കണ്ടുകൊണ്ട് ആ ആനന്ദത്തിൽ മഗ്നരായിരിക്കുന്നവരുടെ മുഖത്ത് ആ പരമാത്മ പ്രകാശം തനിയെ കാണപ്പെടും. അവരെ ആഗ്രഹിച്ചിട്ടൊന്നുമല്ല, അവർക്ക് അലങ്കാര സാധനങ്ങളൊന്നും ആവശ്യമില്ല. അതാണ് ജ്ഞാനികളുടെ വൈശിഷ്ട്യം. അടുത്ത പദ്യം നോക്കൂ. വാടൻ മണം പോൽ വരുന്താ വൈരാഗ്യത്തോട് മെലിന്ത ഉടമ്പുടനെ കൂടാർ നിരുവിടയാനന്ദ സുഖ നീങ്കാതെ നോക്കും തിരുമുഖമും എന്നെ വിടാതെ. വാടൻ മണം പോൽ, വാടൻ മണം പോൽ എന്ന് പറഞ്ഞാൽ വാടിയ പൂവിന്റെ മണം പോലെ. ഒരു പൂവ് എപ്പോഴാണ് വാടുന്നത്? ചെടിയിൽ നിന്ന് പറിച്ചു കഴിഞ്ഞാൽ, പറിച്ച് സൂക്ഷിച്ചു വെച്ചാൽ ക്രമേണ അത് വാടി വാടി അവസാനം അതിൻ്റെ മണവും ഇതളുകളുടെ ശോഭയും എല്ലാം പതുക്കെ പതുക്കെ നഷ്ടപ്പെടും. ഒന്നുകിൽ നാം പറിച്ചെടുക്കണം, അല്ലെങ്കിൽ അതായി ചെടിയിൽ നിന്ന് കൊഴിഞ്ഞു വീഴണം. ഈ കൊഴിയുക എന്ന് പറഞ്ഞാൽ പൂവിൻ്റെ മരണമാണത്. തൻ്റെ ആ തായ്ച്ചെടിയിൽ നിന്നും അത് അടർന്നു വീഴുക എന്ന് പറഞ്ഞാൽ മരിക്കുകയാണ് ചെയ്യുന്നത്. വീണ പൂവ് കുമാരനാശാന്റെ ഒരു കൃതിയാണ്. വീണ പൂവേ, കുമാരനാശാന്റെ വീണ പൂവ്. ഇന്ന് ഞാൻ നാളെ നീ. ശവപ്പെട്ടിയുടെ പുറത്ത് എഴുതിയിരുന്നതായി അത് കുമാരനാശാൻ തന്നെയാണോ? ആണ് അല്ലേ? ആര്? ജി ശങ്കരക്കുറുപ്പ്. വന്നു തറച്ചിതാ പെട്ടിമേൽ നിന്നും 6 അക്ഷരം ഇന്നു ഞാൻ നാളെ നീ എന്നാണ്. ഏതോ ഒരു ശവസംസ്കാര ചടങ്ങില് ഈ കവി പങ്കെടുക്കാൻ പോയപ്പോ ഹിന്ദുവല്ല വേറേതോ ശവപ്പെട്ടിയിൽ അടക്കം ചെയ്യുന്ന ഒരു സമുദായത്തിൽപ്പെട്ട ആളിന്റെ മരണച്ചടങ്ങിലാണ് പങ്കെടുക്കാൻ പോയത്. അപ്പോ ആ ശവപ്പെട്ടിയുടെ പുറത്ത് എഴുതിയിരിക്കുന്നതായി കവിക്ക് തോന്നി എന്നാണ്. എന്താണ്? 6 അക്ഷരം. ഇന്നോ ഞാൻ അല്ല, ഞാൻ ഒരുമിച്ച് നാളെ നീ 7 ആയോ? ഇന്നു ഞാൻ നാളെ നീ 6 എണ്ണുമ്പോ പോലും തെറ്റിപ്പോ. അതായത് ആ ശവപ്പെട്ടിക്ക് അകത്ത് കിടക്കുന്ന ആൾ ഇദ്ദേഹത്തോട് മന്ത്രിക്കുന്നത് പോലെ, പറയുന്നത് പോലെ തോന്നി. എടോ, ഇന്ന് ഞാൻ, നിങ്ങളെല്ലാവരും എൻ്റെ
മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നു, നാളെ നിങ്ങളുടെ ഊഴമാണ്. ഇത് വായിക്കുമ്പോൾ വന്നു തറച്ചിതൻ കണ്ണിലാ പെട്ടിമേൽ നിന്നും 6 അക്ഷരം ഇന്ന് ഞാൻ നാളെ നീ. ഇതിന് ഒരു സാറ് അർത്ഥം പറഞ്ഞത് ആ ശവപ്പെട്ടിയുടെ പുറത്ത് പെയിന്റ് കൊണ്ട്, വെള്ള പെയിന്റ് കൊണ്ട് എഴുതിയിരുന്നു ഇന്ന് ഞാൻ നാളെ നീ. എന്തൊരു വിഡ്ഢിത്തമാണെന്ന് നോക്കൂ. കവിക്ക് അങ്ങനെ തോന്നിയതാണ്. ആ പെട്ടിമേൽ നിന്നും 6 അക്ഷരം വന്ന് കണ്ണിൽ വന്ന് തറച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ പുറത്ത്, ശവപ്പെട്ടിയുടെ പുറത്ത് ആരെങ്കിലും ഇങ്ങനെ എഴുതി വെക്കും. ഏതോ ഒരു സാർ അങ്ങനെ അർത്ഥം പറഞ്ഞു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ ഇവിടെ വാടിയ പൂവിന്റെ മണം നിമിഷം ചെല്ലുന്തോറും കുറഞ്ഞു കുറഞ്ഞു വരും. അതിന്റെ മണം ഇല്ലാതായിക്കൊണ്ടിരിക്കും. വാടൻ മണം പോൽ വരുന്താ വൈരാഗ്യത്തോട് മെലിന്ത ഉടമ്പുടനെ. വരുന്താ വൈരാഗ്യം, തമിഴില് വരുത്തുക, വരുത്തപ്പെടുക എന്ന് പറഞ്ഞാൽ ദുഃഖിക്കുക എന്നാണ്. പല മലയാള പാട്ടുകളിൽ ആ വാക്ക് വന്നു, വരുത്തപ്പെട്ടേ എന്നൊക്കെ പറഞ്ഞൊരു ഒരു പാട്ടുണ്ടല്ലോ. എന്താണ്? കറുത്ത പെണ്ണേ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ, വരുത്തപ്പെട്ടേ. എന്താണ് ഈ വരുത്തപ്പെട്ടെ? ദുഃഖിച്ചു എന്നാണ്. അപ്പൊ തമിഴിലുള്ള പല വാക്കുകളും നമ്മൾ മലയാളികള് ഉപയോഗിച്ചു തുടങ്ങി. തമിഴിൽ നിന്ന് വന്നാണ് മലയാളം. എന്നാൽ പോലും ഇവിടെ വരുന്താ വൈരാഗ്യത്തോട്, ഈ വിരക്തി ഉണ്ടല്ലോ, നിസ്സംഗത, ത്യാഗം പലരും ദുഃഖിച്ചാണ് ശീലിക്കുന്നത്. കാരണം അവർക്ക് ഒന്നിനെയും വിടാനുള്ള മനസ്സില്ല. പക്ഷേ ശാസ്ത്രം പറയുന്നു വിവേകം വൈരാഗ്യം, വിവേകം വൈരാഗ്യം, വിവേകം വൈരാഗ്യം. ഈ 2 ചിറകുകളാണ് സാധകനാകുന്ന പക്ഷിയെ മോക്ഷസൗധത്തിന്റെ അഗ്രത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. 2 ചിറകില്ലാതെ പക്ഷിക്ക് പറക്കാൻ പറ്റില്ലല്ലോ. അപ്പോ വിവേകവും വൈരാഗ്യവും. ഈ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? വിഷയങ്ങളിലുള്ള വിതൃഷ്ണ. വിതൃഷ്ണ എന്ന് പറഞ്ഞാൽ ആഗ്രഹമില്ലായ്മ. ഇതൊന്നും വേണ്ട എന്ന് ഉള്ളുകൊണ്ട് തീരുമാനിക്കണം. ഇത് പലർക്കും പറ്റില്ല. കാരണം ഉള്ളിൽ സംഘം കിടപ്പുണ്ട്. അപ്പൊ പലരും കരഞ്ഞാണ് വിരക്തി നേടുന്നത്, വിരക്തി ശീലിക്കുന്നത്. പക്ഷേ പാകത വന്നവർ സന്തോഷത്തോടു കൂടി വേണ്ടാന്ന് വെക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ്, ബാലകൃഷ്ണൻ നായർ സാറ് നല്ല മധുരമുള്ള വരിക്കച്ചക്കയുടെ ചൊള സാറിൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തു. അവിടെ ചൊവ്വ വ്യാഴം ദിവസങ്ങളിലാണെന്ന് തോന്നുന്നു ഒരു സത്സംഗം അവിടെ നടക്കും. അപ്പോൾ വേറെ കുറേ പേരുണ്ട്. സാറ് ഒരാൾ പുസ്തകം നോക്കി വായിക്കും, അത്യാവശ്യം വേണ്ട വ്യാഖ്യാനം സാറ് പറയും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് സാറിൻ്റെ കയ്യിൽ കൊടുത്തു. സാറിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ അന്നല്ല സാറിന് കുറേ കാലമായിട്ട് ഡയബറ്റീസ് ഉണ്ട്. ഇത് കൊടുത്തപ്പോൾ സാറ് അതിൽ നിന്നൊരു ചെറിയ ചുള എടുത്തിട്ട് അതിനെ 2ആയി കീറി അതിൽ ഒരു കഷ്ണം എടുത്ത് വാക്കകത്ത് ഇട്ടിട്ട് പറഞ്ഞു, നല്ല രസ്യം ചക്കപ്പഴം, പക്ഷേ എനിക്കല്പം ഷുഗർ കൂടുതലായതുകൊണ്ട് സന്തോഷത്തോടെ വേണ്ട. എന്താണ് അയ്യോ എനിക്കിത് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ, 1-ാം തരം ചക്കച്ചുളയാണല്ലോ. ഇങ്ങനെ കരഞ്ഞല്ല വേണ്ടാന്ന് വെക്കേണ്ടത്, സന്തോഷത്തോടു കൂടി വേണ്ട. എന്നിട്ട് ഒരു വാക്കുകൂടെ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ പ്രായോഗിക വേദാന്തം. വേദാന്തം എങ്ങനെയാ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നടപ്പിലാക്കുക എന്ന് ചോദിച്ചാൽ, എന്തും എപ്പോഴും സന്തോഷത്തോടെ വേണ്ടാന്ന് വയ്ക്കാൻ മനുഷ്യന് കഴിയണം. അവിടെ ബുദ്ധിമുട്ട്, പ്രയാസം, കരച്ചിൽ ഇതൊക്കെ വന്നാൽ വേദാന്തിയല്ല. വേണ്ടാന്ന് വെക്കുന്നത് പല രീതിയിലും വേണ്ടാന്ന് വെക്കാം. ഒരു ഡയബറ്റീസ് രോഗി മധുരപലഹാരം വേണ്ടാന്ന് വെക്കുന്നത് കരഞ്ഞിട്ടാണ്. കാരണം ഷുഗർ കൂടും, അല്ലാതെ അതിനുള്ള ആഗ്രഹം ഇല്ലാതായത് കൊണ്ടല്ല. അപ്പൊ വിഷമത്തോടുകൂടി വേണ്ടാന്ന് വയ്ക്കാൻ നിർബന്ധിതരായിത്തീരുന്നു. ഈ ത്യാഗം അങ്ങനെ നിർബന്ധം കൊണ്ടുണ്ടാവേണ്ടതല്ല, സന്തോഷത്തോടുകൂടെ. ഇത് നശ്വരമാണ്, ഇതെനിക്ക് ആത്യന്തികമായ സുഖം നൽകില്ല എന്ന് വിവേകത്തോടുകൂടെ എന്തിനേയും വേണ്ട എന്ന് വയ്ക്കാൻ മരണസമയത്തല്ല, വയസ്സാകുമ്പോഴല്ല, ചെറുപ്പത്തിലേ കഴിയണം. ചെറുപ്പത്തിൽ കഴിയണം, യൗവനാവസ്ഥയിൽ തന്നെ കഴിയണം. സന്തോഷത്തോടു കൂടി വേണ്ട. ഈ യൗവനത്തിൽ വേണ്ട എന്ന് വെക്കാൻ പറ്റാത്ത ഒരാൾക്ക് വാർദ്ധക്യത്തിൽ എങ്ങനെയാണ് അത് സാധിക്കുക? പലരും പറയുന്നുണ്ടോ, ചെറുപ്പമല്ലേ, കുറെ ലൗകിക സുഖങ്ങളൊക്കെ അനുഭവിക്കാം. അങ്ങനെ അനുഭവിച്ച് ഒരു വയസ്സാകുമ്പോൾ ഒരു തൃപ്തിയും മടുപ്പും ഒക്കെ തോന്നും. അപ്പൊ നമ്മൾ വേണ്ടാന്ന് വെക്കുന്നു. തെറ്റാണ്. ലൗകിക സുഖങ്ങൾ ഒരിക്കലും അനുഭവിച്ച് മതി എന്ന് തോന്നില്ല. അഗ്നിയിൽ നെയ്യൊഴിച്ച് അഗ്നിയെ അണയ്ക്കാം എന്ന് കരുതുന്നത് പോലെയാണ്. ഒഴിക്കും തോറും ആളിക്കത്തും. വിഷയസുഖങ്ങളുടെയും സ്വഭാവം ഇതാണ്. അതുകൊണ്ട് ആ സാറ് പറഞ്ഞത് ഇപ്പോഴും ഒരു വേദവാക്യമായി നമുക്കെടുക്കാം. സന്തോഷത്തോടു കൂടി വേണ്ട. എന്നിട്ട്
അതിലുണ്ടായിരുന്ന ചക്കച്ചുളയൊക്കെ ബാക്കിയുള്ളവർക്ക് വിതരണം ചെയ്തു. അതങ്ങനെ തീർന്നു. ഈ ത്യാഗം എന്ന് പറയുന്നത് സന്തോഷത്തോടു കൂടി വേണം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ത്യജിക്കുന്നതിൽ നമുക്ക് സന്തോഷം ഉണ്ടാവണം. സന്തോഷത്തോടു കൂടി ത്യജിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്നിനെ വേണ്ടാന്ന് വെക്കുന്നതിൽ നമുക്ക് സന്തോഷം വേണം. ആ ത്യാഗം എന്നുള്ള പ്രവൃത്തിയിൽ തന്നെ അതിൽ നിന്ന് തന്നെ സന്തോഷം കിട്ടണം. അല്ലാതെ ഈ ത്യാഗത്തിലൂടെ ബ്രഹ്മത്തെ അനുഭവിച്ചിട്ടല്ല. ഈ വേണ്ടാന്ന് വെക്കുന്നത് തന്നെ എനിക്ക് ആനന്ദം ഉണ്ടാക്കുന്നു. ഇങ്ങനെ പറയാൻ കഴിയണം. പറയാൻ കഴിഞ്ഞാൽ പോരാ, ആ ആനന്ദം അനുഭവിക്കുകയും വേണം. വേണ്ട എന്ന് വെക്കുന്നതിൽ ഒരു സുഖം, സന്തോഷം. അതാണ് ഇവിടെ പറയുന്നത്. വരുന്താ വൈരാഗ്യത്തോട്, കഷ്ടപ്പെടാതെ അത്യന്തം സുഖത്തോടു കൂടി നേടിയ വൈരാഗ്യം. അതാണ് പാകത വന്ന വൈരാഗ്യം എന്ന് പറയും. പ്രയാസത്തോടു കൂടി, വിഷമത്തോടു കൂടി ഒന്നിനെ വേണ്ടാന്ന് വെച്ചാൽ അത് പാകത വന്ന വൈരാഗ്യമാവില്ല. ഒരു വൃക്ഷത്തിലുള്ള പഴം കായ് പഴുത്തു കഴിഞ്ഞാൽ അത് വൃക്ഷത്തിൽ നിന്ന് തനിയെ അടർന്ന് താഴെ വീഴില്ലേ? അതിനെ ത്യജിക്കാൻ മരത്തിന് എന്തെങ്കിലും പ്രയാസമുണ്ടോ? കായ പഴുത്ത് പഴമായാൽ അത് ഞെട്ടിൽ നിന്ന് അറ്റ് നേരെ താഴെ പോരും. ന്യൂട്ടന്റെ ആ തലയിൽ വീണ ആപ്പിൾ പോലെ. ഇത് ആപ്പിളാണോ ഓറഞ്ചാണോ എന്നുള്ളത് ഇനിയൊന്നും തീരുമാനമൊന്നും ആയിട്ടില്ല കേട്ടോ. എന്തോ ഒരെണ്ണം വീണു. നല്ല കാലം തേങ്ങ വീഴാത്തത്. അല്ലെങ്കിൽ ഈ കാര്യം ഗുരുത്വാകർഷണ സിദ്ധാന്തം പറയാൻ ന്യൂട്ടൺ ബാക്കി ഉണ്ടാവില്ല. ഏതായാലും നമ്മുടെ കേരളമല്ലല്ലോ, കേരളത്തിലാണല്ലോ കേരവൃക്ഷങ്ങൾ കൂടുതലുള്ളത്. അപ്പൊ വരുന്താ വൈരാഗ്യത്തോട് മെലിന്ത ഉടമ്പുടനെ. സന്യാസികൾ വളരെ കുറച്ച് മാത്രം ആഹാരം കഴിക്കുന്നവരാണ്. ശരീര സന്ധാരണത്തിന്, ജീവൻ നിലനിൽക്കാൻ വേണ്ടി മാത്രം എന്തെങ്കിലും ഭക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് മിക്കവാറും അവരുടെ ശരീരം മെലിഞ്ഞിരിക്കും. എന്ന് വെച്ച് ഒരാള് കുടവയറും വണ്ണമുള്ള ശരീരവും ഒക്കെ ഒരാൾക്കുണ്ട് എന്ന് വെച്ച് അയാൾ ജ്ഞാനിയല്ല എന്ന് പറയരുത്. ശരീരവുമായി ബന്ധപ്പെട്ടതല്ല ഈ ജ്ഞാനം. മനസ്സിനെയും ബുദ്ധിയെയും സ്പർശിച്ചു നിൽക്കുന്നതാണ് ഈ ജ്ഞാനം. എന്നാലും പൊതുവെ ശരീരത്തോട് മമതയില്ലാത്തവർ ഈ ഭക്ഷണ കാര്യങ്ങളിലൊന്നും വലുതായിട്ട് ശ്രദ്ധിക്കില്ല. അവർ അധികം ഭക്ഷണം കഴിക്കുകയുമില്ല. അതുകൊണ്ട് അവരുടെ ശരീരം മെലിഞ്ഞിരിക്കും. അതാണ് മെലിന്ത ഉടമ്പുടനെ. മെലിഞ്ഞ ശരീരത്തോടെ അതേസമയം ഉടമ്പുടനെ മെലിന്ത ഉടമ്പുടനെ കൂടാർ. ശരീരത്തോടു കൂടി ഉള്ളുകൊണ്ട് ചേരാത്തവർ എന്ന് പറഞ്ഞാൽ തനിക്കൊരു ശരീരമുണ്ട് എന്നുള്ള ചിന്തയില്ലാത്തവർ. മാനസികമായി ശരീരത്തോടൊരു ബന്ധം അവർക്കില്ല. ഇത് ഒരു ജഡം, കല്ലും മണ്ണും മേശയും കസേരയും ഒക്കെ ഉള്ളതുപോലെ അതിലൊക്കെ നമുക്ക് മമതയുണ്ട്. പക്ഷെ ഈ കസേരയോ മേശയോ ഒക്കെ ആരെങ്കിലും വെട്ടിമുറിച്ചാൽ നമുക്ക് വേദനിക്കാറില്ല. അല്ലെങ്കിൽ അത് വേദന ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ സാധനം അയാൾ നശിപ്പിക്കുന്നു എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. ഇവിടെ അങ്ങനെയുള്ള ആ താതാത്മ്യമില്ല. താൻ ദേഹമാണ് എന്നുള്ള വിചാരം ഇല്ല. ഉടമ്പുടനെ കൂടാർ. ശരീരത്തോടു കൂടി ഉള്ളുകൊണ്ട് മനസ്ഥലത്തിൽ ചേരാത്തവർ. നിരുവിടയാനന്ദ സുഖം, നിരുവിടയാനന്ദം, നിർവിഷയാനന്ദം ഒക്കെ സംസ്കൃത പദങ്ങളെ തമിഴിലാക്കുമ്പോൾ ഷാ ടാവും. വിഷം വിടം, വൃഷഭം വിടവം, ഇങ്ങനെയാണ്. അപ്പോ നിരുവിടയാനന്ദ സുഖം, വിഷയങ്ങളുമായി ബന്ധപ്പെടാത്ത സുഖം. സാധാരണ നാം അനുഭവിക്കുന്ന ലൗകിക സുഖങ്ങളൊക്കെ ശരീരവും ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങളും വേറൊരു ജഡവിഷയവുമായി സമ്പർക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സുഖമാണ്. ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ പദാർത്ഥങ്ങളും തമ്മിലുള്ള സമ്പർക്കം, സംബന്ധം കൊണ്ടുണ്ടാകുന്ന സുഖമാണ് വിഷയസുഖം അല്ലെങ്കിൽ വിഷയാനന്ദം. ഈ ജ്ഞാനി ഉള്ളിൽ അനുഭവിക്കുന്ന സുഖം വിഷയസുഖമല്ല, നിർവിഷയമായ ബ്രഹ്മ ആനന്ദമാണ്. അത് പുറമേ ഏതെങ്കിലും ഒന്നിനെ ആശ്രയിച്ച് നിൽക്കുന്നതല്ല. ആ നിർവിഷയാനന്ദ സുഖം ജ്ഞാനി അനുഭവിക്കുന്നു. നീങ്ങാതെ നോക്കും, വിട്ടുപോകാത്ത നോട്ടവും. ഈ ജ്ഞാനി എന്തിനെയാ നോക്കുന്നത്? ഉള്ളിലുള്ള ആത്മസ്വരൂപത്തെ. ഞാൻ എന്ന പദം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്ന സദ്വസ്തുവാണ് ബ്രഹ്മം അഥവാ ആത്മാവ്. ഞാൻ എന്ന് പറയുന്നത് ആ ആത്മാവിനെ നാം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്ക് മാത്രം. ഉണ്ട് എന്നാണ് അനുഭവം. ഞാൻ ഉണ്ട്. ആ ഉണ്മയുടെ അനുഭവം ആത്മാവിന്റെ അനുഭവമാണ്. അതിനെ ഒരു വ്യക്തി എങ്ങനെ സൂചിപ്പിക്കും? ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കും. അഹം പ്രത്യയ ഗോചരഃ. ഞാൻ എന്ന പദം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത്, ലക്ഷ്യമാക്കപ്പെടുന്നത്
അതാണ് ആത്മാവ്. അതിനെ തന്നെ അവർ അന്തർമുഖമായി വീക്ഷിച്ചു കൊണ്ടിരിക്കും. അതാണ് നീങ്കാതെ നോക്കും, വിട്ടുപോകാത്ത നോട്ടവും ദൃഷ്ടിയും. തിരുമുഖമും, ശ്രീമുഖം, ശ്രീ തുളുമ്പുന്ന മുഖം, ആത്മജ്ഞാനം മുഖത്തിൽ വ്യക്തമായി പ്രകാശിക്കുന്നു. തിരുമുഖമും എന്നെ വിടാതെ, ഇവയൊന്നും, ഈ പറഞ്ഞതൊന്നും എന്നെ ഉപേക്ഷിച്ചു പോവില്ല. ഇതൊരു ഭക്തന്റെ നിലയിൽ നിന്നുകൊണ്ട് പറയുന്നതാണ്. ഒരു ജ്ഞാനിയെ ജീവിതത്തിൽ ഒരിക്കൽ കണ്ടാൽ മതി, ആ ശാന്തസുന്ദരമായ മുഖം നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും നീങ്ങില്ല. അത് ഉള്ളിൽ പാറയിൽ കൊത്തിവെച്ച ശില പോലെ നമ്മുടെ ഉള്ളിൽ മായാതെ മറയാതെ മങ്ങാതെ പ്രകാശിച്ചു കൊണ്ടിരിക്കും. ഇവിടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, വാടൻ മണം പോൽ, വാടിയ പൂവിന്റെ ഗന്ധം പോലെ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ കർമ്മഗന്ധത്തെ സൂചിപ്പിക്കുന്നതായിട്ടും ചില പുസ്തകത്തിൽ അർത്ഥം പറയാറുണ്ട്. ജ്ഞാനിയുടെ ആ ശരീരത്തെ നിലനിർത്തുന്നത് ഏതോ ചില കർമ്മങ്ങളുടെ ബാക്കിയാണ്, അവശേഷിച്ചിരിക്കുന്ന കർമ്മമാണ് ഈ ശരീരത്തെ നിലനിർത്തുന്നത്. പക്ഷേ ഏതാണ്ടൊക്കെ കർമ്മങ്ങൾ, പ്രത്യേകിച്ചും ആഗാമി സഞ്ചിതം, ഈ രണ്ട് തരത്തിലുള്ള കർമ്മങ്ങളും നഷ്ടമായി കഴിഞ്ഞു. പ്രാരബ്ധത്തിന്റെ ഒരു ലേശം ബാക്കിയുണ്ട്. അതാണ് ജ്ഞാനി ശരീരത്തെ നിലനിർത്തുന്നത്. അപ്പൊ കർമ്മങ്ങളൊക്കെ ഏതാണ്ട് പോയി, കർമ്മത്തിന്റെ ഒരു ചെറിയ ഗന്ധം മാത്രമേ ഉള്ളൂ. ഏതുപോലെ? കൊഴിഞ്ഞു വീണ പൂവിൽ അവശേഷിച്ച് നിൽക്കുന്ന മണം പോലെ കർമ്മഗന്ധം. അത് ഈ ശരീരത്തിന്റെ പ്രാരബ്ധം തീരുന്നതോടുകൂടെ ആ കർമ്മവും നഷ്ടമാവും. എല്ലാ കർമ്മങ്ങളിൽ നിന്നും അദ്ദേഹം മുക്തനായിത്തീരും. ജീവിച്ചിരിക്കുമ്പോഴേ മുക്തനാണ്. പക്ഷേ ഈ ശരീരം ദൃശ്യമാവുന്നുണ്ടല്ലോ തനിക്കും മറ്റുള്ളവർക്കും. എന്താണ് ആ ശരീരത്തെ നിലനിർത്തുന്ന ഘടകം? പ്രാരബ്ധത്തിന്റെ ഒരു ലേശം. അതാണ് ജ്ഞാനി ശരീരത്തെ നിലനിർത്തുന്നത്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വരുന്താ വൈരാഗ്യത്തോട് മെലിന്ത ഉടമ്പുടനെ കൂടാർ, നിരുവിടയാനന്ദ സുഖം നീങ്കാതെ നോക്കും, തിരുമുഖമും എന്നെ വിടാതെ, എന്നെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും അവയെ സ്മരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. എനിക്ക് അവയെ മറക്കാൻ കഴിയില്ല. മനസ്സലിയിക്കുന്ന ഉല്ലാസമായ നോട്ടവും ആനന്ദ തിരുമുഖവും മന്ദഹാസ ശോഭയും, അതല്ല അടുത്ത പദ്യമാണ്, അത് വായിച്ചല്ലോ. വാടിയ പുഷ്പത്തിന് ഒരല്പവാസന അവശേഷിക്കുന്നത് പോലെ പ്രാരബ്ധവശ വാസനകൾ ഒടുങ്ങിയിരുന്നാലും, പ്രാരബ്ധവശാത് ആണെന്ന് തോന്നുന്നു കറക്റ്റ് വാക്ക്, പ്രാരബ്ധവശാത് അല്ലെങ്കിൽ പ്രാരബ്ധവശ വാസനകൾ ഒടുങ്ങിയിരുന്നാലും ശരീരം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ മഹാജ്ഞാനികൾക്ക് ഒരല്പവാസന മാത്രം ഉണ്ടായിരിക്കും. ശരീരം ഒരു നിഴല് പോലെ കൊണ്ടു നടക്കുന്നു ഒരു ജീവൻ മുക്തൻ. നിഴൽ, നമുക്കത് പരമസത്യമാണ്. അത് പോവുക, അത് നഷ്ടമാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയമാണ്. അതാണല്ലോ എല്ലാവരെയും മരണഭയം പിടികൂടുന്നത്. നിശിതമായ വൈരാഗ്യത്താൽ ഭക്ഷണം ചുരുക്കി ശരീരം മെലിഞ്ഞു കാണപ്പെടുന്ന ഈ ദിവ്യന്മാർ ശരീരത്തോടു കൂടിയാണെങ്കിലും കൂടാതെയാണ് വാഴുന്നത്. ഉള്ളിൽ അവർക്ക് ദേഹവുമായി ഒരു തരത്തിലുള്ള താതാത്മ്യമോ സംഗമോ ഇല്ല. ഇവരുടെ നിർവിഷയാനന്ദ സുഖം കളിയാടുന്ന നോട്ടവും മന്ദസ്മിതം ചൊരിയുന്ന ശ്രീമുഖവും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും മറയാതെ തന്നെ നിലകൊള്ളുന്നു. അടുത്ത പദ്യം വായിക്കാം. തത്വത്തിൻ പോർവൈ ശരിന്ത ദിഗംബരി പേർ, അത്തുവിധി ഏകാന്തി ആനന്ദി ശുദ്ധൻ തുര്യൻ അവധൂതൻ തുറവി ശിവയോഗി നിരുവാണി എൻ വിരത്തനൻ. ഈ ജീവൻ മുക്തന്മാരെ ജനങ്ങൾ പല പേര് പറഞ്ഞാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിൽ കാണപ്പെടുന്ന ഓരോ വൈശിഷ്ട്യം, ഓരോ പ്രത്യേകതരം ഗുണമൂല്യങ്ങൾ, അത് കണ്ടിട്ട് ഓരോരുത്തരും ഓരോ പേര് പറഞ്ഞു വിളിക്കുന്നു ഒരേ ജ്ഞാനിയെ. തത്വത്തിൻ പോർവൈ ശരിന്ത ദിഗംബരി പേർ. തത്വത്തിൻ പോർവൈ, പോർവൈ എന്ന് പറഞ്ഞാൽ പുതപ്പ്, തത്വങ്ങളുടെ പുതപ്പ്. ശൈവ സിദ്ധാന്തത്തിൽ 36 തത്വങ്ങൾ ഉണ്ട് എന്നാണ്. ഈ 36 തത്വങ്ങളെയും അതിക്രമിക്കുമ്പോഴാണ് ശിവതത്വത്തിൽ എത്തി ആ ശിവനുമായി അല്ലെങ്കിൽ പശുപതിയുമായി പശുവാകുന്ന ജീവൻ സംഗമിക്കുന്നത്. 36 തത്വങ്ങളുടെ പുതപ്പ് ശരിന്ത, ചരിഞ്ഞ, അഴിഞ്ഞു വീണ തത്വങ്ങളുടെ പുതപ്പാണ് ജീവനെ മൂടിയിരിക്കുന്നത്. അതിനെയൊക്കെ അദ്ദേഹം വിവേകത്തിലൂടെ വിശകലനം ചെയ്ത് വിചാരത്തിന് വിധേയമാക്കി ഇതൊന്നും താനല്ല,
എന്ന് തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെയാണ് ആത്മതത്വത്തെ ഒരു സാധകൻ സാക്ഷാത്കരിക്കുന്നത്. അതാണ് തത്വത്തിൻ പോർവൈ ശരിന്ത ദിഗംബരി. ദിഗംബരി എന്ന് പറഞ്ഞാൽ ദിഗംബരൻ, ദിക്കുകൾ വസ്ത്രമായിട്ടുള്ളവൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ വസ്ത്രമില്ലാത്തവൻ, നഗ്നൻ. ദിക്കാണ് അവരുടെ വസ്ത്രം. ദിഗംബരൻ എന്ന് മലയാളത്തിൽ പറയും, തമിഴിൽ ദിഗംബരി. സ്ത്രീലിംഗമല്ല, പുല്ലിംഗം തന്നെയാണ്. തത്വത്തിൻ പോർവൈ ശരിന്ത ദിഗംബരി പേർ. ഇങ്ങനെ അവധൂതന്മാരായി സ്വന്തം ശരീരത്തെ മറന്ന സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമികളെ പോലെയുള്ള മഹാത്മാക്കൾ ശരീരബോധം തന്നെ ഇല്ല. ശരീരമുണ്ട് എന്നൊരു നേരിയ വിചാരം ഉള്ളിൽ വന്നാലല്ലേ ഈ ശരീരത്തിൽ വസ്ത്രം ധരിക്കണം, നഗ്നത മറയ്ക്കണം. സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സമൂഹവും ഇല്ല, ജനങ്ങളുമില്ല, ശരീരവുമില്ല, താനൊരു ആനന്ദമയമായ സത്യമാണ് എന്നുള്ള ഭാവനയിൽ ലയിച്ചു പോയിരിക്കുന്ന ജ്ഞാനികൾ ചിലപ്പോൾ വസ്ത്രം ഉടുക്കാൻ പോലും മറന്നുപോകും, ആഹാരം കഴിക്കാനും മറന്നുപോകും. ആരെങ്കിലുമൊക്കെ ഓർമ്മിപ്പിച്ച് നിർബന്ധിച്ച് ആഹാരം കൊടുത്താലേ അവർ കഴിക്കൂ. കാരണം ദേഹബോധമില്ല. ശരീരത്തിലാണല്ലോ വിശപ്പും ദാഹവും എല്ലാം. അപ്പൊ ദേഹബോധം ഉണ്ടെങ്കിലേ ഈ വക വികാരങ്ങൾ ഉള്ളതായി തോന്നുകയും അതിന് പരിഹാരം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യൂ. ജ്ഞാനിക്ക് ഒരു തരത്തിലുള്ള ബന്ധമോ സംഘമോ ഇല്ല ദേഹത്തോട്. ഈ ദിഗംബരികളുടെ പേര്, എന്തൊക്കെ പേര് പറഞ്ഞാണ് ഈ അവധൂതനെ ആളുകൾ വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അദ്വിതി എന്ന് പറഞ്ഞാൽ അദ്വൈതി. അദ്വിതി എന്ന് പറഞ്ഞാൽ അദ്വൈതി, തികഞ്ഞ അദ്വൈതി. അദ്ദേഹത്തിന്റെ ഉള്ളിൽ അല്പം പോലും ഭേദജ്ഞാനമില്ല. രണ്ടാമതുണ്ട്, ആത്മാവിൽ നിന്ന് ഭിന്നമായി ഒന്നുണ്ട് എന്ന് അവർക്ക് വിചാരമേ ഇല്ല. അദ്വൈതി, ഏകാന്തി, ഒറ്റയ്ക്ക് നടക്കുന്നവൻ. ഏകാകി അത് തന്നെയാണ് ഏകാന്തി. ഒറ്റയ്ക്കിരിക്കുന്നവൻ, ഒറ്റയ്ക്ക് നടക്കുന്നവൻ, മറ്റുള്ളവരുടെ സഹവാസം ആഗ്രഹിക്കാത്തവൻ. ആരെങ്കിലും എപ്പോഴും കൂടെ ഉണ്ടാവണം, ഇങ്ങനെയുള്ള വിചാരമൊന്നുമില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലത്, കുറെ കഴിയുമ്പോൾ അവര് പോകും, അദ്ദേഹം ഒറ്റയ്ക്കാവും. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ തനിയെ ഇരിപ്പതിനെ തരമായി വരൂ. ഓരോ വ്യക്തിയും ജനിച്ചു വീഴുന്നത് ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടാണ്, മരിച്ചു പോകുന്നതും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്. അവസാനം നമ്മൾ ഒറ്റയ്ക്കാണ്. ഒരു കുടുംബത്തിൽ കഴിഞ്ഞാലും നമ്മളൊക്കെ ഒറ്റപ്പെട്ട വ്യക്തികളാണ്. എൻ്റെ ഉള്ളിൽ ഒരു ഞാൻ, കുടുംബാംഗങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഓരോരോ ഞാൻ. ഈ ഞാനിൽ ഒന്നിൽ കൂടുതലുണ്ടോ? ഒരു ശരീരത്തിൽ ഒരു ഞാനല്ലേ ഉള്ളൂ. അപ്പൊ ഞാനെന്ന് ഏകാകിയാണ്, ഒറ്റയ്ക്കാണ്. പിന്നെ കുടുംബത്തിൽ കഴിയുന്നു, കുട്ടികളോടുകൂടി കഴിയുന്നു, സുഹൃത്തുക്കൾ സമൂഹത്തിൽ വസിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ഒരു ഭാവന, നമ്മുടെ വിചാരം. ഇനി നമ്മൾ ഒറ്റപ്പെട്ടു എന്നൊരു തോന്നൽ വാർദ്ധക്യത്തിൽ ഉണ്ടായാലും നമുക്ക് അതിനെ ഭാവന കൊണ്ട് അതിജീവിക്കാം. എന്റെ കൂടെ ഭഗവാനുണ്ട്, അപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല. എന്റെ കൂടെ എന്റെ അന്തരാത്മാവായ ഈശ്വരൻ എപ്പോഴും ഉണ്ട്. ഞാനും അദ്ദേഹവും ഒന്ന് തന്നെ എങ്കിലും ഈ അഹങ്കാരത്തോടൊപ്പം അതിനെ പ്രകാശിപ്പിച്ചുകൊണ്ട് ആ സത്യം എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഇവിടെ ആർക്കാണ് ഏകാന്തത അനുഭവപ്പെടുക? ദൈവത്തെ കൂട്ടുപിടിക്കാത്തവനാണ് ഇവിടെ ഏകാന്തത. എൻ്റെ ഏറ്റവും വലിയ സഹായി, എൻ്റെ കൂടെ നടക്കുന്ന സഖാവ്, പ്രഭു, നാഥൻ, നിയന്താവ്, എൻ്റെ മംഗളത്തിൽ അല്ലെങ്കിൽ എനിക്ക് നന്മയുണ്ടാക്കുന്നതിൽ അങ്ങേയറ്റം താല്പര്യമുള്ളവൻ, അങ്ങനെയുള്ള ഈശ്വരൻ എൻ്റെ കൂടെ ഉണ്ട് എന്നൊരു വിശ്വാസം ഉള്ളിലുണ്ടെങ്കിൽ അതൊരു മഹാബലമാണ്. അങ്ങനെ എങ്ങനെയൊന്നും ആ വിശ്വാസം, ദൃഢനിശ്ചയം മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാവില്ല. അതാണ് ശരിക്കും ഈശ്വര വിശ്വാസം അല്ലെങ്കിൽ ഈശ്വരമുക്തി. ഞാൻ ഒറ്റയ്ക്കല്ല എന്നങ്ങ് തീരുമാനിക്കും. എൻ്റെ കൂടെ ഭഗവാനുണ്ട്. എൻ്റെ കൂടെയല്ല, ഞാൻ നിൽക്കുന്നത് ഭഗവാനിലാണ്. ഇദം ഹി വിശ്വം ഭഗവാൻ. ഈ ഭഗവാനിലാണ് ഓരോ വ്യക്തിയും നിൽക്കുന്നത് എന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ പ്രപഞ്ചം തന്നെ ഭഗവത് സ്വരൂപമാണ്. നമ്മളൊക്കെ പ്രപഞ്ചത്തിൽ വസിക്കുന്നവരാണല്ലോ. അപ്പൊ ഭഗവാനിലാണ് നമ്മൾ കഴിഞ്ഞുകൂടുന്നത്. ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ സംശയിക്കാൻ പറ്റും ഈ വാക്യങ്ങളുടെ അർത്ഥത്തെ? അദ്വിതി, ഏകാന്തി, ഒറ്റയ്ക്കിരിക്കുന്നവൻ, ഏകാന്തി, ഏകാകി, അദ്വൈതി എന്നൊക്കെ പറയും. വേറെ ചിലർ വിളിക്കുന്നത് ആനന്ദി, ആനന്ദം അനുഭവിക്കുന്നവൻ, പരമാനന്ദത്തിൽ മുങ്ങിക്കിടക്കുന്നവൻ. അദ്ദേഹത്തെ കാണുമ്പോൾ സാധാരണക്കാർക്ക് ഒരു തരത്തിലുള്ള അസൂയയാണ് തോന്നുന്നത്. ചേടാ, ഇവന്റെ അത്രയും സുഖം ഞാൻ അനുഭവിക്കുന്നില്ലല്ലോ. അപ്പോഴാണല്ലോ ഈ അസൂയ വരുന്നത്. തന്നെക്കാളും കൂടിയ സുഖം, കൂടിയ ധനം, ഇതൊക്കെ ഉള്ളവനോടാണല്ലോ നമുക്ക് അസൂയ തോന്നുന്നത്. അപ്പൊ ജ്ഞാനി അസൂയാർഹമായ ഒരു പദം നേടിയിരിക്കുന്നു.
ആനന്ദി. ഇനി വേറെ ചിലർ പറയുന്നത് ശുദ്ധൻ. നമ്മൾ ശുംഭൻ എന്നുള്ള അർത്ഥത്തിൽ ശുദ്ധൻ എന്ന് പറയും. ശുദ്ധൻ ശുംഭന്റെ പ്രയോജനം ചെയ്യും. അതും തെറ്റാണ്. ശുംഭൻ എന്നുള്ള സംസ്കൃതത്തില് ശുംഭകേ എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുക എന്നാണ് അർത്ഥം. ടു ഷൈൻ. ശുംഭൻ എന്ന് പറഞ്ഞാൽ ദേവി വധിച്ച 2 അസുരന്മാരുണ്ടല്ലോ, ശുംഭൻ നിശുംഭൻ. എന്താണ് ആ വാക്കുകളുടെ അർത്ഥം? ശുംഭൻ എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നവൻ, നിശുംഭൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പ്രകാശിക്കുന്നവൻ എന്നാണ്. അതിനെ സുംഭൻ നിസുംഭൻ എന്നും പറയാറുണ്ട്. മഹിഷാസുര മർദിനി. ഇപ്പൊ ശുദ്ധൻ എന്ന് പറയും എന്ന് പറഞ്ഞാൽ എന്താ? നിഷ്കളങ്കൻ, നിർമ്മലൻ, ആരോടും ഇഷ്ടക്കൂടുതലില്ല, വെറുപ്പില്ല, മറ്റുള്ളവർക്ക് വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ചവൻ, സർവഭൂത സുഹൃത്ത്, എല്ലാ ജീവികളോടും, മനുഷ്യരെന്നല്ല സർവ ജീവജാലങ്ങളോടും അങ്ങേയറ്റം ദയവ്, അനുകമ്പ പ്രകടിപ്പിക്കുന്നവൻ. അദ്ദേഹത്തിൽ നിന്ന് ലോകത്തിന് അഹിതമായ ഒന്നും പുറത്തു വരില്ല. നോട്ടം, വാക്ക്, ചിന്ത, പ്രവൃത്തി എല്ലാറ്റിലും പരമകാരുണ്യം നിറഞ്ഞു നിൽക്കുന്നു. തുര്യൻ. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി 3 അവസ്ഥകളാണ്. ഈ 3 അവസ്ഥകൾക്കും അപ്പുറമാണ് ആത്മസ്ഥിതി. ആ ആത്മസ്ഥിതിയിൽ സദാ കഴിഞ്ഞുകൂടുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ തുര്യൻ എന്ന് ചിലർ പറയുന്നു. വേറെ ചിലർ പറയുന്നത് അവധൂതൻ. എന്താണ് ഈ അവധൂത ശബ്ദത്തിന്റെ അർത്ഥം? അവധൂനനം എന്ന് പറഞ്ഞാൽ നമ്മൾ മുണ്ടൊക്കെ അലമാരയിൽ നിന്ന് എടുത്ത് ഇങ്ങനെ കൊടഞ്ഞുടുക്കാറുണ്ട്. കൊടയുക. അതിൽ വല്ല പൊട്ടോ പൊടിയോ വലയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ജീവികളോ പാറ്റയോ അങ്ങനെയുള്ള അതൊക്കെ പോവാൻ വേണ്ടി ടു ഷേക്ക് ഓഫ് വൺ ഹു ഹാസ് ഷേക്കൺ ഓഫ് എവരിതിങ്, അയാളാണ് അവധൂതൻ. എല്ലാറ്റിനെയും കുടഞ്ഞു കളഞ്ഞവൻ എന്ന് പറഞ്ഞാൽ തൻ്റേതെന്നൊരു വിചാരം ഒരു വസ്തുവിനും അദ്ദേഹത്തിനില്ല. ഒന്നും തൻ്റെതല്ല, ഒക്കെ ഭഗവാന്റെ. അല്ല, അങ്ങയുടെ ശരീരം അതും ഭഗവാന്റെ, പ്രകൃതി ഭഗവത് ശക്തിയാണ്. അപ്പൊ ചിലർ അവധൂതൻ എന്ന് പറയും. ഈ അവധൂതോപനിഷത്ത് എന്ന് പറഞ്ഞൊരു ഉപനിഷത്തുണ്ട്. അതിൽ ഈ അവധൂത ശബ്ദത്തിന്റെ അർത്ഥം പറയുന്നു. അക്ഷരത്വാ വരേണ്യത്വാ ധൂത സംസാര ബന്ധനാത്. 3 കാരണം കൊണ്ടാണ് അവധൂതന് ആ പേര് കിട്ടിയിട്ടുള്ളത്. ആ വധൂതൻ. ആ അക്ഷരസ്വരൂപി. അക്ഷരം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, നാശമില്ലാത്തത്. ആ നാശമില്ലാത്ത ബ്രഹ്മമായി തീർന്നവൻ, അതാണ് അവധൂതൻ എന്നുള്ള വാക്കിലെ ആ എന്ന അക്ഷരത്തിന്റെ അർത്ഥം. വ എന്നുള്ള അക്ഷരത്തിന്റെ അർത്ഥം വരേണ്യൻ, ശ്രേഷ്ഠൻ, ഉന്നതൻ, മഹാൻ എന്നുള്ള അർത്ഥത്തിൽ. ആ വ ധൂത, അത് രണ്ടും കൂടെ ഒരുമിച്ച് എടുക്കണം. ധൂത സംസാര ബന്ധനാത്. സർവ സംസാര ബന്ധങ്ങളെയും കുടഞ്ഞു കളഞ്ഞവൻ. അതിന്റെ ഒരു പൊട്ടോ പൊടിയോ പോലും അദ്ദേഹത്തിന്റെ ഉള്ളിലില്ല. എല്ലാറ്റിനെയും ഉള്ളിൽ നിന്ന് ത്യജിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള ഗുണങ്ങളോട് കൂടിയവനായതുകൊണ്ടാണ് അവധൂതൻ എന്ന് പറയുന്നത്. ഇവിടെയും ഈ ജ്ഞാനിയെ തുര്യൻ, അവധൂതൻ എന്നൊക്കെ പറയും. ഇനി വേറെ ചിലർ പറയുന്നത് തുറവി. തുറവി എന്ന് പറഞ്ഞാൽ സന്യാസി, ത്യജിച്ചവൻ, വേണ്ട പോലെ ത്യജിച്ചവൻ. ഈ വേണ്ട പോലെ ത്യജിക്കുകയും വേണ്ടാത്ത പോലെ ത്യജിക്കുകയും ഉണ്ട്. വേണ്ട പോലെ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ ബാഹ്യത്യാഗമല്ല. ബാഹ്യമായി ത്യജിക്കുന്നത് കൊണ്ട് വിരോധമില്ല. പക്ഷെ ഉള്ളിൽ വസ്തുക്കളോടും വ്യക്തികളോടുമുള്ള സംഘത്തെ ഉപേക്ഷിക്കാൻ കഴിയും. സംഘത്യാഗമാണ് സന്യാസം. കാമ്യകർമ്മങ്ങൾ, ഒരു കർമ്മം, ആ കർമ്മത്തിന് ഞാൻ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടണം, ഫലേച്ഛയോടുകൂടി ചെയ്യുന്നതാണ് മിക്കവാറും കർമ്മങ്ങൾ ചെയ്യപ്പെടുന്നതാണ്. ആ പ്രതിഫലേച്ഛ ഇല്ലാതെ ഈശ്വരാർപ്പണമായി ഈശ്വര പൂജ എന്നുള്ള നിലയിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനാണ് യഥാർത്ഥ സന്യാസി. അപ്പൊ ചിലർ തുറവി എന്ന് വിളിക്കും, ചിലർ വിളിക്കുന്നത് ശിവയോഗി എന്നാണ്. ശിവയോഗി ഭസ്മമൊക്കെ ധരിച്ച് രുദ്രാക്ഷമൊക്കെ ധരിച്ച് നടക്കുമ്പോൾ സാക്ഷാത് ഭൂമിയിൽ ഇറങ്ങി വന്ന പരമേശ്വരനെ പോലെയുണ്ട്. അതുകൊണ്ട് ശിവയോഗി എന്ന് ചിലർ വിളിക്കും. മറ്റു ചിലർ വിളിക്കുന്നത് നിരുവാണി. നിരുവാണി എന്ന് പറഞ്ഞാൽ നിർവാണി, നിർവാണം നേടിയവൻ. നിർവാണം മോക്ഷം, മുക്തൻ എന്ന് ചിലർ വിളിക്കുന്നു. നിർവാണം എന്നുള്ളതിന് അണഞ്ഞു പോവുക, വിളക്കൊക്കെ അണയുക, അതിന് നമ്മൾ നിർവാണം എന്ന് പറയും. മനസ്സ് അണഞ്ഞു പോകുന്നതാണ് നിർവാണം. മനസ്സ് ദീപനാളം പോലെ ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടേയിരുന്നാൽ അതാണ് സംസാരം, ബന്ധം. ഊതിയാൽ അണഞ്ഞു പോകുന്ന ദീപനാളം പോലെ, ശാന്തമായ ജ്വാല പോലെ, ഉപശമിച്ച അഗ്നി പോലെ, അതാണ് ജ്ഞാനിയുടെ മനസ്സ്. അവിടെ മനസ്സില്ല. ജ്ഞാനിയുടെ ഉള്ളിൽ മനസ്സ് എന്നൊരു സാധനമില്ല. അന്ധകരണ വൃത്തിയാണ് ഞാൻ. അപ്പൊ ഞാൻ എന്നുള്ള ഭാവവും ഉള്ളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. അപ്പൊ നിർവാണി, മുക്തൻ
എന്ന് പേര് പറഞ്ഞ് വിളിക്കുന്നു. നിരുവാണി എൻ വിരക്തനൻ. വിരക്തൻ എന്ന് ചെല്ലി പറയുന്നു. ഒന്നിനോടും സംഘമില്ല, ഒന്നിനോടും ഒരു തരത്തിലുള്ള ഒട്ടലുമില്ല, എല്ലാത്തിൽ നിന്നും അകന്നു നിൽക്കുന്നവൻ, സംഘത്തെ പരിപൂർണമായി ത്യജിച്ചവൻ. അങ്ങനെ നിർവാണി, വിരക്തൻ, എൻ, ഇങ്ങനെ എത്രയെത്ര പേരുകൾ എന്നാണ് അവിടെ എൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഇങ്ങനെ എത്രയെത്ര പേരുകൾ ഒരേ വ്യക്തിക്ക് ഈ ജനങ്ങൾ കൽപ്പിച്ചു കൊടുക്കുന്നു. അതിന്റെ മലയാളം അർത്ഥം വായിക്കാം. തത്വങ്ങൾ സകലതും അകറ്റി, അതായത് ശൈവ സിദ്ധാന്തത്തിലെ 36 തത്വങ്ങൾ, അതെല്ലാറ്റിനെയും നീക്കി, അവയുമായുള്ള ബന്ധവും നീക്കി, മിക്കവാറും ദിഗംബരരായി വിലസുന്ന ഈ മഹാത്മാക്കൾക്ക് നാമങ്ങൾ പലതുമുണ്ട്. വാസ്തവത്തിൽ അവർ അനാമികളാണ്. നാമമില്ലാത്തവർ അനാമി, നാമമില്ലാത്തവൾ അനാമിക. പെൺകുട്ടികൾക്കൊക്കെ ഇപ്പൊ പേര് വെക്കാറുണ്ട്, അനാമിക. പേരാണ്, ആ വാക്കിന്റെ അർത്ഥം പേരില്ലാത്തവളാണ്. അനാമിക എന്ന് പറഞ്ഞ പേര്, നെയിംലെസ്, പേരില്ലാത്തവളാണ്. ആ കുട്ടിയുടെ പേരെന്താ? അനാമിക. നമ്മുടെ കയ്യിലെ 5 വിരലുകളിൽ മോതിര വിരലിന്റെ പേരാണ് അനാമിക. ചെറുവിരലിന് കനിഷ്ഠിക, മോതിര വിരലിന് അനാമിക, നടുവിരലിന് മധ്യമ, ചൂണ്ടുവിരലിന് തർജനി, തള്ളവിരലിന് അങ്കുഷ്ഠം. ഇതിൽ ഒരു കാര്യം നമുക്ക് സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അങ്കുഷ്ഠ പുല്ലിംഗമാണ്, തള്ളവിരല് സംസ്കൃതത്തിലെ പുല്ലിംഗമാണ്. തർജനി, മധ്യമ, അനാമിക, കനിഷ്ഠിക ഒക്കെ സ്ത്രീലിംഗമാണ്. സീത, രാധ, ഉമ, രമ, ഗീത എന്നൊക്കെ പറയുന്നത് പോലെ ആന്ന് അവസാനിക്കുന്നത്. അതെന്താ? 4 വിരലുകളെ സ്ത്രീലിംഗത്തിലും തള്ളവിരലിനെ പുല്ലിംഗത്തിലും പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഈ 5 വിരലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തള്ളവിരലാണ്. എന്തെന്നാൽ ഈ തള്ളവിരലിന് മറ്റു ഓരോ വിരലുമായും ഇങ്ങനെ ബന്ധപ്പെടാൻ കഴിയും, തൊടാൻ പറ്റും. അതേസമയം ഈ 2 വിരല് ഇങ്ങനെ ഇതിന്റെ പുറത്ത് കയറ്റി വെക്കാന്നല്ലാതെ അറ്റം ചേർക്കാൻ പറ്റില്ല. ഒന്നാമത്തെ വിരല്, അതായത് ചൂണ്ടുവിരലും ചെറുവിരലും തമ്മിൽ ഒന്ന് തൊട്ട് കാണിക്കും നോക്കട്ടെ. പക്ഷേ ഈ തള്ളവിരലിന് ഒരു പ്രത്യേകതയുണ്ട്. അത് മറ്റ് 4 വിരലുകളുമായും സമ്പർക്കപ്പെടും. ഇങ്ങനെ തൊടാം, ഇങ്ങനെ ആ വിരലുകളുടെ അറ്റം മറ്റ് 4 വിരലുകളുടെ അഗ്രവും തള്ളവിരലിന്റെ അഗ്രവുമായി നമുക്ക് ചേർക്കാൻ കഴിയും. ഇനി എന്തുകൊണ്ട് തള്ളവിരലിനെ പുല്ലിംഗത്തിൽ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, തള്ളവിരൽ പരമാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്. പരമാത്മാ, ഈശ്വരൻ എന്നൊക്കെ പറയുന്നത് പുല്ലിംഗമാണ്. ആത്മശബ്ദം സംസ്കൃതത്തിലെ പുല്ലിംഗമാണ്. അപ്പൊ ഇത് പുല്ലിംഗം. ഇത് ചേർന്നാലേ, ഈ 4നോട് ചേർന്നാലേ ഈ 4 വിരലും കൊണ്ട് പ്രയോജനമുള്ളൂ. തള്ളവിരലില്ലാത്ത ഒരാൾ എങ്ങനെ എഴുതും? മറ്റേതെങ്കിലും 2 വിരലുകൾ വെച്ച് എഴുതാൻ പറ്റുമോ? പേന പിടിക്കാൻ പറ്റുമോ? അതേസമയം തള്ളവിരലിലും ഒരു വിരലിലും മാത്രം മതി പേന പിടിക്കാൻ, എഴുതാൻ. അപ്പോ വളരെ പ്രാധാന്യമുള്ളതാണ് അങ്കുഷ്ഠം. പരമാത്മാവില്ലാതെ മറ്റുള്ളവയ്ക്ക് നിലനിൽപ്പില്ല. മറ്റ് 4 വിരലുകളും തള്ളവിരലിനെ കൂടാതെ പ്രവർത്തിക്കാൻ കഴിയാതെ ഇരിക്കുന്നത് പോലെ പരമാത്മാവിനെ കൂടാതെ പ്രകൃതിക്ക്, ഇവിടെ സ്ത്രീലിംഗത്തിൽ പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ പ്രകൃതി സ്ത്രീലിംഗമാണ്. പ്രകൃതിക്ക് പുരുഷനില്ലാതെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. പുരുഷന്റെ സാന്നിധ്യത്തിലാണ് പ്രകൃതി സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നത്. ആ അർത്ഥത്തിലാണ് അങ്കുഷ്ഠത്തെ പുല്ലിംഗത്തിലും മറ്റ് 4 വിരലുകളെ സ്ത്രീലിംഗത്തിലും പ്രയോഗിക്കുന്നത്. തത്വങ്ങൾ സകലതും അകറ്റി, അവയുമായുള്ള ബന്ധവും നീക്കി, മിക്കവാറും ദിഗംബരരായി വിലസുന്ന ഈ മഹാത്മാക്കൾക്ക് നാമങ്ങൾ പലതുമുണ്ട്. അവയെ കാരണസഹിതം പറയാം, കേട്ടുകൊള്ളുക. ഇത് ഈ നാരായണ തീർത്ഥപാദൻ വ്യാഖ്യാതാവ് പറയുന്ന അർത്ഥമാണ്. ശിവത്തോട് ഐക്യമാകയാൽ അദ്വൈതി. അദ്വൈതി എന്ന് പേര് പറഞ്ഞ് വിളിക്കും എന്ന് പറഞ്ഞല്ലോ. ശിവം, ശിവതത്വം, ആത്മതത്വം, ബ്രഹ്മതത്വം, ഈശ്വരൻ. ആ ഈശ്വരനോട് ഏകീഭവിക്കുന്നത് കൊണ്ട്, ഒന്നായി ചേരുന്നത് കൊണ്ട്, അങ്ങനെ തൻ്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നത് കൊണ്ട്, രണ്ടില്ലാത്തത് കൊണ്ട് അദ്വൈതി. ശിവം ആകാത്തതിനാൽ ഏകാന്തി. ശിവസ്വരൂപിയാണ്, പക്ഷെ അല്പം ചില സമയങ്ങളിൽ ആ അഹങ്കാരം നിഴല് പോലെയെങ്കിലും ഉണ്ട്. ആ സമയത്ത് ശിവത്തിൽ നിന്ന് അല്പം അകന്നു നിൽക്കുന്നു. ചെറിയ ഒരു പതനമല്ല, ഒരല്പം കുറവ്, അവരുടെ ആ ഏകത്വ അനുഭവത്തിന് കുറവ് വരുമ്പോൾ, അതാണ് ശിവം ആകാത്തതിനാൽ ഏകാന്തി, ഒറ്റയ്ക്ക്. പരിപൂർണാനന്ദം താനായി നിന്ന് അനുഭവിക്കയാൽ ആനന്ദി. ആത്മാനന്ദം സുഖമായി
അതിൻ്റെ ആത്മസുഖത്തെ സദാ ഭംഗം കൂടാതെ നിർവിഘ്നം അനുഭവിക്കുന്നത് കൊണ്ട് ആനന്ദി എന്ന് പേര്. മലത്രയം നീങ്ങിയിരിക്കയാൽ ശുദ്ധൻ. എന്താണ് മലത്രയം? ആണവം, കർമ്മം, മായ. ആണവം അഹങ്കാരം, തമിഴിൽ കന്മം എന്നാണ് പറയുന്നത്. കർമ്മം എന്നർത്ഥം. മായ ഈശ്വരശക്തിയായ മായ. ഇതാണ് മുമ്മലങ്ങൾ, 3 തരത്തിലുള്ള മാലിന്യങ്ങൾ. അതാണ് മലത്രയം. ആ മലത്രയം ഇദ്ദേഹത്തിൽ കാണപ്പെടാത്തത് കൊണ്ട് ശുദ്ധൻ. ജീവബോധമറ്റ് മേലാം നിലയിലാകയാൽ തുര്യൻ. തുര്യൻ എന്നും പറയും, തുര്യൻ എന്ന് പറയും. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തികൾ അഹങ്കാര തലത്തിലാണ്. അവയെ 3നെയും അതിക്രമിച്ചവൻ. വർണ്ണാശ്രമ നിലകളെ അതിക്രമിച്ചിരിക്കയാൽ അവധൂതൻ. ഞാൻ ഇന്ന വർണ്ണത്തിലുള്ളവനാണ്, ബ്രാഹ്മണൻ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ഇതിലുള്ള ഈ വർണ്ണങ്ങളിൽ ഏതെങ്കിലും ഒന്നാണ്. ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി, ഈ 4 ആശ്രമങ്ങളിൽ ഇന്ന ആശ്രമത്തിലാണ് ഞാൻ സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു തെറ്റായ ധാരണകളും ഇല്ലാതെ കഴിയുന്നവൻ. വർണ്ണാശ്രമ നിലകളെ അതിക്രമിച്ചിരിക്കുന്നത് കൊണ്ട് അവധൂതൻ. ദേഹാദി പ്രപഞ്ചങ്ങളെ ഒടുക്കി നിൽക്കയാൽ തുറവി. എല്ലാറ്റിനെയും വിട്ടു. സ്വന്തം ശരീരത്തെ പോലും, തനിക്കൊരു ദേഹമുണ്ട് എന്നുള്ള ചിന്തയെപ്പോലും ഉള്ളിൽ നിന്ന് ഉപേക്ഷിച്ചു. അതുകൊണ്ട് തുറവി. ശിവത്തോട് മാത്രം സദാ ഐക്യപ്പെട്ടിരിക്കയാൽ ശിവയോഗി. എപ്പോഴും ശിവനോട് ചേർന്ന് നിൽക്കുന്നു. ശിവതത്വം, ആത്മതത്വത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ശിവയോഗി. 6 അധ്വാക്കളെയും കടന്നു നിൽക്കയാൽ നിർവാണി. 6 അധ്വാക്കൾ എന്ന് പറഞ്ഞാൽ 6 മാർഗങ്ങൾ. 6 മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഷഡ് ദർശനങ്ങൾ. സാഖ്യം, യോഗം, ന്യായം, പൂർവമീമാംസ, ഉത്തരമീമാംസ, വൈശേഷികം, ഇങ്ങനെ 6 ദർശനങ്ങളുണ്ട്. ആ 6 ദർശനങ്ങൾക്കും അപ്പുറത്ത് പോയവൻ. 6 അധ്വാക്കൾ മാർഗങ്ങളെയും കടന്നു നിൽക്കുന്നത് കൊണ്ട് നിർവാണി. ശിവത്തെ പ്രാപിച്ച് ശിവവാസനയും നശിച്ചു പോകയാൽ വിരക്തൻ. എന്താണ് ഈ ശിവവാസന, ബ്രഹ്മവാസന? ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള ചിന്ത അതിസൂക്ഷ്മമായി ബുദ്ധിയിൽ ആ ഒരു ഭാവമുണ്ടെങ്കിൽ ചെറിയ ദ്വൈതമുണ്ട് എന്നർത്ഥം. ഞാനും ശിവവും ഉണ്ട്, ആ ഒരു ചെറിയ ഭേദം ഉള്ളിലുണ്ട്. അതുമില്ലാതെയായി ശിവത്തെ പ്രാപിച്ച് ശിവവാസനയും ഇല്ല, നശിച്ചു പോകയാൽ വിരക്തൻ. ഒന്നുമായും ഒരു തരത്തിലും ഒട്ടാത്തവൻ. ഇങ്ങനെയുള്ള പുണ്യനാമധേയങ്ങളാണ് പ്രസ്തുത ദിവ്യാത്മാക്കൾക്ക് ലഭിക്കാനിടയാകുന്നത്. ഇതൊക്കെ പേരോ രൂപമോ ഇല്ലാത്ത പരമാത്മസ്വരൂപികളായ ജീവൻ മുക്തന്മാർക്ക്, അവധൂതന്മാർക്ക് അജ്ഞാനികൾ കൽപ്പിച്ചു കൊടുത്തിട്ടുള്ള പേരുകളാണ്. ഈ ഒരു പേരും വാസ്തവത്തിൽ അദ്ദേഹത്തിന് ചേരില്ല. പക്ഷേ എല്ലാ പേരും അദ്ദേഹത്തിൽ അങ്ങേയറ്റം യോജിക്കുകയും ചെയ്യും. തുടർന്നുള്ള പദ്യങ്ങൾ നമുക്ക് വരുന്ന ആഴ്ച വായിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.